ഞാൻ ഗീന, ധനത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്ററാണ്. 36 വർഷമായിട്ട് കേരളത്തിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത്രയും വർഷമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു ബിസിനസ് മാഗസിനാണ് ധനം. അപ്പം നിങ്ങൾ പലർക്കും അറിയാൻ പറ്റും, ധനത്തെക്കുറിച്ച് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഇതൊരു റീറ്റെയിൽ എക്സ്പോ ആണ്. ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, നിങ്ങൾക്ക് ചിരിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളൊരു കട തുടങ്ങാൻ പാടില്ല. പക്ഷെ ഇപ്പോൾ ചിരിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ഇടപാടുകാർ നമ്മളുടെ ഇടയിലേക്ക് വരില്ല, അവരെ അമ്പരപ്പിക്കണം. അടുത്തിടെ ഒരു ഹുറൂൺ പട്ടികയിൽ അടുത്തിടെ പുറത്തിറങ്ങി, അതിനകത്തൊരു 21 വയസ്സുകാരൻ ഇടം നേടിയിട്ടുണ്ട്. കിരൺ വോറ, 21 വയസ്സുള്ളൂ. പുള്ളിയുടെ ആസ്തി 36,000 കോടി രൂപയാണ്. പുള്ളി ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, 10 മിനിറ്റിനുള്ളിൽ പലചരക്ക് സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കും. അത്രയും ചെയ്യുന്ന ഒരാൾക്ക് ഹുറൂൺ പട്ടികയിൽ ഇടം നേടാൻ പറ്റുമെങ്കിൽ അതാണ് ടെക്നോളജിയുടെ ഒരു കഴിവ്. ഇപ്പോൾ ടെക്നോളജി യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിനെ അടുത്ത തലത്തിലേക്ക് വളർത്താൻ പറ്റൂ. നമ്മൾ ഈ നമ്മുടെ ചർച്ചയുടെ തീം തന്നെ ഹൗ ടു സ്കെയിൽ അപ്പ് യുവർ റീറ്റെയിൽ ബിസിനസ്. നമ്മുടെ റീറ്റെയിൽ ബിസിനസ്സിനെ എങ്ങനെ അടുത്ത തലത്തിലേക്ക് വളർത്താം, അതാണ് നമ്മുടെ ഈ ചർച്ചയുടെ തീം. ഇവിടെ ഇരിക്കുന്ന വളരെ നല്ലൊരു പാനൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ രാഹുൽ മാമൻ, ഹീൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഒരുപക്ഷെ നമ്മൾ കോവിഡ് കാലത്തായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സാനിറ്റൈസർ. കോവിഡ് കാലത്ത് ഒരു ബിസിനസ് തുടങ്ങി. ഇന്നിപ്പോൾ രാഹുൽ മാമൻ്റെ സ്ക്വാഡ് കാണാത്ത റീറ്റെയിൽ ഷോപ്പ് ഉണ്ടാവില്ല, 5 ലിറ്ററിൻ്റെ ക്യാൻ കാണാത്ത കടകൾ ഉണ്ടാവില്ല. അതേപോലെയായി. അടുത്തത് വിഷ്ണുവിനെ പറ്റി ഞാൻ പറയേണ്ട, കോഴിക്കോടുകാർക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. പക്ഷേ ഞാൻ പറയുന്നത് 2009, 2010 കാലഘട്ടത്തിൽ ധനം കേരളത്തിലെ 100 വനിതാ സംരംഭകരെ ഫീച്ചർ ചെയ്തു. അപ്പോൾ വിഷ്ണുവിൻ്റെ അമ്മ അംബിക രമേഷിനെ ഫീച്ചർ ചെയ്തു. അപ്പോൾ അന്ന് വിഷ്ണുവിനോടും അമ്മയോടും ഞാൻ സംസാരിച്ചു. അന്ന് നല്ലെണ്ണ ബിസിനസ് മാത്രമായിരുന്നു. അപ്പോൾ അമ്മയുടെ ഫോട്ടോ എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു ആദ്യമായിട്ട് കൊച്ചിയിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അന്ന് വിഷ്ണു ചെയ്യുന്നത് നല്ലെണ്ണ ബിസിനസ്സാണ്. ഇന്ന് 30-ലേറെ വിദേശ രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുള്ള RG ഫുഡ്സ് എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡായി RG വളർന്നിരിക്കുന്നു. അതാണ് സ്കെയിൽ. അടുത്തത് മുസ്തഫ വി. അദ്ദേഹം കുറ്റ്യാടിയിൽ വളരെ ചെറിയ നിലയിൽ നിന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. ഇന്ന് 21 റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റുകൾ, അത് കേരളത്തിലുണ്ട്, മിഡിൽ ഈസ്റ്റിലും ഉണ്ട്. അതുപോലെ ബിസിനസ് വളർത്തി. പിന്നെ സ്റ്റീലിലുണ്ട്, സിമെൻറ്റിലുണ്ട്. അദ്ദേഹം അങ്ങനെയാണ് ബിസിനസ് വളർത്തിയിരിക്കുന്നത്. അടുത്തത് സമീം അൻസാരി. ഇദ്ദേഹം കിവി 250 ലിറ്റർ ഐസ്ക്രീം ഉണ്ടാക്കി തുടങ്ങിയ ഒരു മനുഷ്യൻ. ഇന്നിപ്പോൾ 50,000 ലിറ്ററാണ് പെർ ഡേ പ്രൊഡക്ഷൻ. അതാണ് മറ്റൊന്ന്. പാരിസൺസിനെ നമ്മൾ പലപ്പോഴും എന്താ പറയുക, ഒരു കാലം വരെ ഒരു മെഗാ കമ്പനി എന്ന് വെച്ചാൽ നമ്മളെ സാധാരണക്കാരായിട്ട് അധികം അടുപ്പില്ലാത്തൊരു കമ്പനിയായിരുന്നു. റീറ്റെയിൽ അവർക്ക് അത്ര അധികം വലിയ സാന്നിധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിഥി വന്നതോടെ, ലിബർട്ടി ആട്ട എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ അതിഥി വന്നതോടെ നമ്മുടെ സിനിമാ താരങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ബ്രാൻഡിങ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അതിഥി നമ്മുടെ വീട്ടിലെ താരമായി. അങ്ങനെ വന്ന ആ കമ്പനിയുടെ പ്രോഡക്റ്റ് ഡിസൈനിങ് നോക്കുന്ന യുവ സംരംഭകനാണ്. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു ഗ്രൂപ്പിനെ നമുക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവരോട് ആദ്യമായി ചോദിക്കുന്നത്, ഇവരെങ്ങനെയാണ് ഇവരുടെ ബിസിനസ്സിനെ വളർത്തിയത്, അടുത്ത തലത്തിലേക്ക് വളർത്തിയത് എങ്ങനെയാണ്? അപ്പോൾ ഇവർക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ടാവും. ആ ചലഞ്ച് എന്താണ്, അതിനെങ്ങനെ മറികടന്നു? മൂന്നാമതായിട്ട് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇവർ ടെക്നോളജിയെ ലെവറേജ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ബിസിനസ്സിൽ ഇവർ ടെക്നോളജിയെ എങ്ങനെ ഉൾച്ചേർക്കുന്നു? ആ 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. സദസ്സിൽ നിന്നുള്ള സംശയങ്ങൾക്കും നമുക്ക് ആകെ 1.5 മണിക്കൂറുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്കും ഇവർ മറുപടി പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് രാഹുലിൽ നിന്ന് തുടങ്ങാം. ടെക്നോളജി ഒരുമിച്ചാണ് ആൻസർ ചെയ്യണം. അല്ലല്ല, ഒന്ന് സ്കെയിലപ്പ് എങ്ങനെയാണ്, ഓരോന്ന് ചോദിക്കും. ആദ്യം സ്കെയിലപ്പ് പറയാം. നമ്മുടെ ബിസിനസ് എങ്ങനെ സ്കെയിൽ ചെയ്തു? അതെ, സ്കെയിൽ ചെയ്തു. ഹായ്, ഗുഡ് ഈവനിങ്, താങ്ക് യു ഫോർ ഹാവിങ് മീ. ആകെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന എൻ്റെ രീതി പറയാം. നമ്മൾ പല എക്സ്പെരിമെൻറ്റും ചെയ്യും, ഇഷ്ടം പോലെ ഫെയിലിയർ വരും,
സാധാരണ കേരളത്തിൽ നാട്ടുകാർ എന്ത് ചിന്തിക്കും എന്നാണ് നമ്മുടെ മെയിൻ ഒരു പ്രശ്നം. നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. ഇഫ് ഇറ്റ് ഡസൻ വർക്ക് നമ്മളത് അടയ്ക്കും. എന്നിട്ട് നമ്മുടെ ഹീലിൽ തന്നെ നമ്മളൊരു 10-12 ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ട്രൈ ചെയ്തു. ഇപ്പം നമ്മൾ പലതും ട്രൈ ചെയ്തിട്ട് നമുക്ക് ചിലപ്പം വർക്കൗട്ട് ആയിട്ടില്ല. നമ്മൾ ചിലത് പാർട്ട്ണർഷിപ്സ് ആയിരിക്കും, ചിലത് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കുമാരിക ഹെയർ ഓയിൽ കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വർക്ക് ചെയ്തില്ലേ നമ്മൾ ക്വിക്ക്ലി ഷട്ട് ഡൗൺ ചെയ്യും. എന്നിട്ട് എന്താ വർക്ക് ചെയ്യുന്നത് അത് സ്കെയിൽ ചെയ്യാൻ അതിൻ്റെ പുറകിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും. നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് ഹീലും നല്ല രീതിയിൽ കുറേ പ്രൊഡക്ട്സ് ഇപ്പോഴും പോകുന്നുണ്ടെങ്കിലും സ്ക്വാഡ് എന്നുള്ളത് വളരെ നല്ല രീതിയിൽ കയറി. അപ്പം ദെൻ വി ഗോ കംപ്ലീറ്റ്ലി ഓൺ ഇറ്റ്. അല്ല നമ്മൾ നേരത്തെ സ്പെൻഡ് ചെയ്ത പൈസ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അതൊരു പോയ പൈസയാണ്. നമ്മൾ പഠിക്കുന്നതിൻ്റെ അത് സങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകാതെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ലെവൽ ഒരിക്കലും നമുക്ക് കൈ പൊള്ളി പോകരുത്, ഫുള്ളി പൊള്ളി പോകരുത്. കൈ എന്തായാലും പൊള്ളും. കൈ പൊള്ളുമ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റണം, നമ്മൾ ജീവിച്ചിരിക്കണം. ആ എന്നിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ക്വിക്ക്ലി സ്കെയിൽ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. സിമിലർലി നമ്മൾ റീറ്റെയിലിൽ ഞങ്ങൾക്ക് ഫാർമ റീറ്റെയിൽ സ്റ്റോഴ്സ് ഉണ്ട്. അതിൽ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കിയപ്പം കുറച്ച് വർക്ക് ചെയ്തില്ല. അപ്പം തന്നെ നമ്മൾ നിർത്തി. പക്ഷേ ഡിസ്ട്രിബ്യൂഷനിൽ വർക്ക് ചെയ്തു. സോ വി ആർ ഗോയിങ് ഫുള്ളി അതിൻ്റെ പുറകിൽ പോവാണ്. അപ്പോൾ അങ്ങനെ എന്ത് വർക്ക് ചെയ്യുന്നു എന്ന് അറിയണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് മാത്രം ഇരുന്നാലും ഒന്നും അറിയാൻ പറ്റില്ല. അതുകൂടാതെ ഇത് വർക്ക് ആയെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്തിരുന്നെങ്കിലോ നോക്കുന്നതിന് വരെ ഞങ്ങൾ ചെയ്തിട്ട് അറിയും വർക്ക് ആയോ ഇല്ലെന്ന്. ആൻഡ് ഇറ്റ് മൈറ്റ് വർക്ക് ഡിഫറെൻ്റ്ലി ഫോർ എവറി വൺ ഇയർ. ഞങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്ന ഒരു റീറ്റെയിലിൽ നിന്ന് വരുന്ന ഇതാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ എല്ലാവരും വിചാരിച്ചാലാണ് നമുക്ക് ബിസിനസ് ഉള്ളൂ. പിന്നെ ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഈ സെപ്റ്റോ ഒക്കെ പറഞ്ഞ പോലെ ആണെങ്കിലും ഞങ്ങളുടെ ബിസിനസ്സിൽ സ്റ്റിൽ ഒരു ഡേ മാർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറിൽ ഷെൽഫിൽ പ്രൊഡക്റ്റ് ഇരിക്കുന്നതിനാണ് ഇന്നോവേഷൻ. അല്ലെങ്കിൽ എത്ര ആഡ് ചെയ്താലും നമ്മുടെ ബ്രാൻഡ്സിന്റെ സാധനം വിൽക്കണമെങ്കിൽ സ്റ്റോറിൽ സാധനം ഉണ്ടാവണം. അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് ഒരു അർത്ഥമില്ലല്ലോ. ഇത്രേ ഉള്ളൂ. വിഷ്ണു, എങ്ങനെയാണ് സ്കെയിൽ അപ്പ് ചെയ്തത്? നമസ്കാരം. 1940 എൻ്റെ ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനമാണ് RG. വളരെ ചെറിയ രീതിയിൽ കോഴിക്കോട് വെല്ലിയങ്ങാടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സൈഡിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിരുന്നു. സോ ഞാൻ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്ത സമയത്ത്, ഞാൻ റീറ്റെയിൽ സെഗ്മെന്റിലേക്ക് വന്ന സമയത്ത്, സോ ഞാൻ എല്ലാ കടകളിലും പോയി പറയും ഞങ്ങൾ 1940. പക്ഷേ ആരും അത് മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. സോ ആദ്യത്തെ 2-3 വർഷം ഭയങ്കര ചലഞ്ചായിരുന്നു. കാരണം നിങ്ങൾ കേരളത്തിലെ വലിയ വലിയ അമ്പലങ്ങളിൽ സപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ആയുർവേദങ്ങളിൽ സപ്ലൈ ചെയ്യുന്നു എന്നൊക്കെ പറയുമെങ്കിലും ഒരു റീറ്റെയിൽ കസ്റ്റമറിന് RGയെ കുറിച്ച് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡെയിലി കൺസ്യൂമറിന് RGയെ കുറിച്ച് അറിയില്ലായിരുന്നു. എൻ്റെ ആദ്യത്തെ ചലഞ്ച് അതായിരുന്നു. എനിക്ക് ഒരു 3-4 വർഷമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഓഫീസ് ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ഡെയിലി പരിപാടി രാവിലെ കാർ എടുത്ത് പോകും, ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ ഇറങ്ങും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ള കടകളിൽ കയറും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ നൂക്കൻ കോർണറിലെ കടകൾ എനിക്കറിയാം. ഇപ്പം ഒരു സ്റ്റാഫ് ഒരു മാർക്കറ്റിൽ ഒരു ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ കരിയറിൽ ഞാൻ ഏറ്റവും എൻ്റെ ബിസിനസ്സിനെ ഗ്രോത്ത് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 12-13 വർഷം കംപ്ലീറ്റ് ഡാറ്റ ഡ്രിവൺ ആക്കി. ഈവൻ കേരളത്തിൽ എനിക്ക് 80,000 ഔട്ട്ലെറ്റ്സിൽ RGയുടെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിൽ ഏതൊക്കെ കടകളിൽ ഏതൊക്കെ ഡിസ്ട്രിബ്യൂട്ടറെ സപ്ലൈ ചെയ്യുന്നതെന്ന് എൻ്റെ ഫോണിൽ എനിക്ക് ചെക്ക് ചെയ്താൽ കിട്ടാൻ പറ്റും. സോ ആ ഡാറ്റ ഡ്രിവൺ ആയി. പക്ഷെ അത് ചെയ്ത സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും. ഇപ്പം എല്ലാ കമ്പനിയിലും ഉണ്ട്. ആ കാലഘട്ടത്തിലൊന്നും ഒരു കമ്പനിയും കംപ്ലീറ്റ് ഡാറ്റ ഡ്രിവൺ ആപ്പുകൾ കൊണ്ടുവന്നില്ലായിരുന്നു. സോ ഇപ്പം അതുകൊണ്ട് നമുക്ക് റവന്യൂ ജനറേറ്റിംഗ് ഔട്ട്ലെറ്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് ഒരു സ്റ്റാഫ് ആ ഭാഗത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത ടീമിന് കൊടുക്കാം, ഓക്കെ ഇന്ന ഏരിയയിൽ ഇന്ന ഔട്ട്ലെറ്റ്സ് ആണ് റവന്യൂ ജനറേറ്റിംഗ് ഔട്ട്ലെറ്റ്സ് ഉള്ളത്. സോ കംപ്ലീറ്റ് ഡാറ്റ ഡ്രിവൺ ആണ് നമ്മൾ. ഇപ്പം ഞാനില്ലെങ്കിലും എൻ്റെ സിസ്റ്റം റൺ ആവും. ഇപ്പം ഞാൻ ആകെ 15 ദിവസത്തിൽ ഒരു റിവ്യൂ മീറ്റിംഗിൽ മാത്രമേ പോകുന്നുള്ളൂ. ദാറ്റ് മീൻസ് സിസ്റ്റം ഈസ് വർക്കിംഗ്. ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. 100% സക്സസ് ആവും. കാരണം ആദ്യം നമുക്കൊരു മടി ഉണ്ടാവും. കാരണം ഞാനൊരു ഫാമിലി റൺ ബിസിനസ്സിൽ വന്ന ആളാണ്. എൻ്റെ ഫാദറിന് ഡെയിലി 9 മണിയാകുമ്പോൾ ഓഫീസിൽ പോകണം, വൈകുന്നേരം 5 മണി വരെ ഓഫീസിലിരിക്കണം. ആ ഫാദറും ഇപ്പം മാറി തുടങ്ങി. ഇപ്പം അച്ഛൻ്റെ ഉച്ചയ്ക്ക് എൻ്റെ കൂടെ വന്നിരുന്ന് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് എടുക്കുക എന്ന് ചോദിക്കാൻ തുടങ്ങി. സോ അതും ഈസിയാണത്. നമ്മൾ അവിടെ പോയിരുന്ന് നമുക്ക് വേണമെങ്കിൽ 5-10 കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഡാറ്റ ഡ്രിവൺ ആകുമ്പോൾ എൻറ്റയർ തിങ് നമ്മളൊരു ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. സോ ഏത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഡാഷ്ബോർഡുകൾ കൊണ്ടുവരണം. അവരുടെ എൻറ്റയർ ബിസിനസ് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഒരു ഡാഷ്ബോർഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഏരിയയും നോക്കാൻ പറ്റും. എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് പ്ലസ് പോയിന്റായി തോന്നുന്ന ആ ഒരു സാധനം ഡാറ്റ ഡ്രിവൺ. അത് തന്നെ എൻ്റെ ഗ്രോത്തിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. വേറെന്താ അടുത്ത ചോദ്യം? അതല്ല, ഈ സ്കെയിലപ്പിൽ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അന്ന് കോഴിക്കോട് മാത്രമായിരുന്നു നിന്നിരുന്നത്.
പിന്നെ ഇപ്പൊ 30 രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. എങ്ങനെയാണ് ആ എക്സ്പാൻഷൻ? ഞാൻ പറഞ്ഞേ ഒരു 3-4 വർഷമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഓഫീസില്ല, അല്ലെങ്കിൽ ഇത് തന്നെയായിരുന്നു പരിപാടി, ഓരോ കടകളിൽ പോവാം. സ്റ്റാർട്ടിങ് ഞാൻ കേരള മാർക്കറ്റ് സ്ട്രോങ് ആക്കുക ചെയ്തത്. ഇപ്പം ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ ആഡ് ഓൺ ചെയ്തു. ഒരു 4 വർഷം നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടു. അതുവരെ ജിഞ്ചിൽ ഓയിൽ മാത്രമായിരുന്നു. കേരളത്തിൽ 450 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് നമ്മൾക്ക്, 80,000 ഔട്ട്ലെറ്റ്സ്. അപ്പം ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ജില്ലയിലും വേറെ വേറെ പ്രശ്നങ്ങളായിരിക്കും, പ്രത്യേക രീതികളും കാര്യങ്ങളും ആയിരിക്കും. അപ്പം ഈ കേരള മാർക്കറ്റിൽ സ്ട്രോങ് ആയ സമയത്ത് തന്നെ സൈമൾട്ടേനിയസ്ലി നമ്മൾ GCC മാർക്കറ്റ് നമ്മൾ സ്ട്രോങ് ആയി. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സ്ഥലമാണ് GCC. കാരണം പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് ലുലു നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറായി വന്നു. ലുലു എന്ന് പറഞ്ഞാൽ UAE ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. അവർ ഒരുവിധം കേരളത്തിലുള്ള ഒരുപാട് പ്രൊഡക്ട്സ് അവർ ചെയ്യുന്നുണ്ട്. ലുലു നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ മറ്റ് കൺട്രീസിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഓക്കെ ലുലു ആണ് നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആക്സെപ്റ്റൻസ് കൂടാൻ തുടങ്ങി. കാരണം ലുലുവിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. സ്ലോലി അത് ഞാൻ സിംഗപ്പൂർ, മലേഷ്യ, അങ്ങനെ ഏകദേശം 29ഓളം രാജ്യങ്ങളിൽ നമ്മളെ സ്ട്രോങ് പ്രസൻസ് നമ്മളുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഈ വരുന്ന 15-ാം തീയതി ആകുമ്പോൾ 30 രാജ്യം, ഓസ്ട്രേലിയ, ഞാൻ റീസെൻ്റ്ലി വിസിറ്റ് ചെയ്തൊരു കൺട്രിയാണ് ഓസ്ട്രേലിയ. ഈ 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് 30ാമത്തെ കൺട്രിയിൽ RG റീച്ച് ആവും. അതെത്താനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ഒരു 2 വർഷം ഞാൻ ഒരുപാട് ഇവൻറ്റ്സും കാര്യങ്ങളും, ഗൾഫ് ഫുഡ്, അങ്ങനെ ഒരുപാട് ഇവൻറ്റ്സിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പം ഓസ്ട്രേലിയയിൽ പോകണമെന്ന് ഞാൻ മാനേജ്മെൻറ്റോട് പറഞ്ഞ സമയത്ത് എൻ്റെ ഫാദർ പറഞ്ഞു നോ വേ, ബഡ്ജറ്റ് ഇല്ല. കാരണം ഓൾറെഡി ഒരുപാട് ഇവൻറ്റിൽ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെ റവന്യൂ വരട്ടെ എന്നാലും ഫണ്ട് പാസ്സാക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഏകദേശം 10 ലക്ഷം രൂപയാണ് ഞാൻ എക്സ്പെൻസ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ. പറഞ്ഞു സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് പോയിക്കോ. അപ്പം നമുക്കൊരു വാശി വരില്ല, ഒരു ഈഗോ ഹേർട്ട് ആവില്ല നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും ബിസിനസ് ചെയ്യുന്നില്ല, എനിക്കൊരു 10 ലക്ഷം രൂപ ബഡ്ജറ്റ് പാസ്സായിക്കോട്ടെ. അച്ഛൻ പറഞ്ഞു നോ വേ, വേണമെങ്കിൽ കയ്യിൽ നിന്ന് കാശെടുത്ത് പോയിക്കോളാം, കമ്പനിയിൽ നിന്ന് 1 രൂപ കിട്ടില്ല. ഞാനും എൻ്റെ എക്സ്പോർട്ട് മാനേജറും മാസങ്ങളോളം ഇരുന്ന് അതായത് 6 മണിക്ക് ശേഷം വർക്ക് ചെയ്യാം. കാരണം എനിക്ക് ഓസ്ട്രേലിയ മാർക്കറ്റിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഓസ്ട്രേലിയയിൽ ബിസിനസ് എന്താണെന്ന് എനിക്കറിയില്ല. രാത്രികളിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഓസ്ട്രേലിയയിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സെർച്ച് ചെയ്യും, പല പല ബ്രാൻഡുകളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരാന്ന് നോക്കും, അവിടുത്തെ സൂപ്പർ മാർക്കറ്റ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ, ഗൂഗിൾ ഇതിലൊക്കെ പോയിട്ട് അവിടെയുള്ള കടകളെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടും സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഓസ്ട്രേലിയ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഏകദേശം 32 പേർക്ക് മെയിൽ അയച്ചു, 40-50ഓളം പേരെ വിളിച്ചു, ഒരൊറ്റ ആൾ റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷേ എനിക്ക് ചെറിയ ടെൻഷൻ വരാൻ തുടങ്ങി. കാരണം നമ്മൾ ഇത്രയും വാശിയായിട്ട് പോവുകയാണ്. ഓസ്ട്രേലിയയിലെത്തി 18 മീറ്റിംഗ് ഞാൻ കഴിഞ്ഞു. 18 ഓരോ മീറ്റിംഗ് കഴിയുമ്പോൾ ടെൻഷൻ ചെയ്തു. കാരണം കമ്പനിയിൽ നിന്ന് ബഡ്ജറ്റ് തന്നു പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് അച്ഛൻ നോ എന്ന് പറഞ്ഞ സാധനം എൻ്റെ റിസ്കിൽ ഞാൻ പോവുകയാണ്. സോ അത് സക്സസ് ആയി വന്നില്ലെങ്കിൽ എൻ്റെ ഇമേജ് മൊത്തം പോവും. പക്ഷെ എനിക്ക് ആ ഫയർ അവിടെ വന്നത് അച്ഛൻ നോ പറഞ്ഞതാണ്. അപ്പൊ അച്ഛൻ ഇനി പറയുന്നത് എന്താണെന്ന് പറയുക, ഇപ്പം പുതിയത് ഇനി ഒരു കൺട്രിയിലേക്ക് പോകാൻ നിനക്ക് ഫണ്ട് പാസ്സാക്കില്ല, നീ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശെടുത്ത് പോയിക്കോ, പ്രോഫിറ്റ് വരുമ്പോൾ എടുത്തോ എന്നാണ് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടാവുന്ന, ഓസ്ട്രേലിയയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഡിസ്ട്രിബ്യൂട്ടർ എനിക്ക് കിട്ടിയത്. 18 മീറ്റിംഗ് പോയി. ബ്രിസ്ബെയിൻ, പെർത്ത്, എഡ്ലൈഡ്, സിഡ്നി, ഈ 4 സ്ഥലത്തേക്കും നമ്മൾ 4 കണ്ടെയ്നർ ഈ 15-ാം തീയതി കയറാൻ പോവാണ്. അതിൽ പാലക്കാട് മട്ട റൈസ് ഉണ്ട്, എണ്ണയുണ്ട്, കായം, സർബത്ത്, സ്നാക്സ് എല്ലാ ഐറ്റവും കയറുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഫയറോടെ പോയാൽ കിട്ടും. അത് ഞാൻ പറയാം, ഈ 30 കൺട്രീസിലും എല്ലാ ഞാൻ ഓസ്ട്രേലിയയിൽ പോയി. ഞാൻ 1 മാസം ഓസ്ട്രേലിയയിലുണ്ട്. ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് അവിടുത്തെ ഉള്ള സൂപ്പർ മാർക്കറ്റ്, ഇന്ത്യൻ സ്റ്റോഴ്സ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ ഒരു 18 വർഷമായിട്ട് ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ദുബായിൽ ലുലു, നെസ്റ്റോ, കെയർഫോർ, അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, വേറെ ഒരു സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടില്ല. 24/7 നമ്മൾ ആ ഫയർ ഉണ്ടെങ്കിൽ സക്സസ് ആവാൻ പറ്റുന്നതിൽ ഒരു സംശയമില്ല. കാരണം ഞാൻ രാഹുലിനെ കഴിഞ്ഞ വർഷത്തെ സ്വാക്കിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. രാഹുൽ ഭയങ്കര ഒരു എന്താ പറയാ, ഒന്നും അറിയാത്ത മാതിരി ഇരിക്കും. അത് നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒരു സാധനമാണ്. കാരണം IAM പ്രൊഡക്റ്റാ, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ തട്ടിമുട്ടി പാസ്സായ ആളാ. ഈ രാഹുൽ ഒന്നും അറിയാത്ത മാതിരി വരുമ്പോൾ കാണുമ്പോൾ വിഷ്ണു അതെങ്ങനെയാ ചെയ്തത്, ഇതെങ്ങനെയാ ചെയ്തത്, ദുബായിൽ വന്നിട്ട് നിങ്ങൾ എവിടെ ലിസ്റ്റ് ചെയ്തത്, ഒരു കുട്ടീനെ മാതിരി ഒന്നും അറിയാതെ ചോദിക്കാനുള്ളൊരു മനസ്സ് രാഹുൽ കാണിച്ചത് കൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ രാഹുലിന് വിചാരിച്ചു വേണ്ട, ഇതിപ്പം ചെയ്ത പണിയാണ്, ഇത് തൽക്കാലം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് രാഹുലിനെ മാറ്റി വെച്ചു. ഏത് ബിസിനസ്സുകാരനും നമുക്ക് അറിയാത്ത സാധനം ചോദിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം.
ആ ചോദിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്കെല്ലാം അറിയാം, നമ്മൾ ഭയങ്കരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല. അത് ഞാൻ രാഹുലിനെ നിന്ന് കണ്ട് പഠിച്ച ഒരു സാധനമാണ്. ഒന്നും അറിയാത്ത, വളരെ സിമ്പിൾ. രാഹുലിനെ നിന്ന് ഇങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ എനിക്ക്, കാരണം അത് കിട്ടാൻ കുറച്ച് പണിയാണ്. പക്ഷെ അടുത്തത് എൻ്റെ ലക്ഷ്യം രാഹുലിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് എനിക്കിനി കിട്ടാനുള്ളത് എന്നാണ്. എനിവേ താങ്ക് യു സ്വാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ചോദിച്ചു ഞങ്ങൾക്കൊരു മെമ്പർഷിപ്പ് സ്വാക്കിൽ തരുമെന്ന്. കാരണം പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരാണ് നമ്മൾ കോഴിക്കോട്ടുകാർക്ക് കുറച്ച് ബോണ്ട് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വാക്ക് കോഴിക്കോടുള്ള ആൾക്കാർക്ക് എല്ലാ ബ്രാൻഡിന്റെ ആൾക്കാരോട് ഒരു വ്യക്തിബന്ധം ഭയങ്കര കൂടുതലാണ്, ഒരു ബോണ്ട്. ഇത് വേറൊരു ജില്ലയിലും കിട്ടില്ല. അത് ഞങ്ങൾ കോഴിക്കോടുകാർക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അപ്പം എന്തായാലും താങ്ക് യു വെരി മച്ച്. വേറെ ചോദ്യങ്ങളുണ്ടോ? ഇല്ല, അടുത്ത റൗണ്ടിൽ ചോദിക്കാം. മുസ്തഫ, കുറ്റ്യാടിയിൽ നിന്നാണല്ലോ ചെറിയൊരു നിലയിൽ നിന്നാണ് തുടങ്ങിയത്. ഇപ്പൊ 21 റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റുകൾ ഈ കേരളത്തിലുണ്ട്, മിഡിൽ ഈസ്റ്റിലും ഉണ്ട്. ഇപ്പം നേരത്തെ ഇവിടെ ചടങ്ങിൽ പറയുന്ന കേട്ടു പല സൂപ്പർ മാർക്കറ്റുകളും പൂട്ടിപ്പോവുകയാണ്. അപ്പം എങ്ങനെയാണ് താങ്കൾ ഇത് നിലനിർത്തുന്നു, വളർത്തുന്നു? എന്താണ് അതിൻ്റെ രഹസ്യം? നത്തിങ് ഈസ് ഈസി, നത്തിങ് ഈസ് ഫ്രീ. വെറുതെ നമുക്കൊന്നും കിട്ടൂല എന്നുള്ള ഞാൻ പഠിച്ച കാര്യം. ഓക്കെ, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വർക്ക് എൻജോയ് ചെയ്യുന്ന ഹാപ്പിയാണ്. ഞാൻ ചെയ്യുന്ന വർക്കിൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സ്കെയിലപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ നടക്കുമെന്ന് ഞാൻ പഠിച്ചൊരു കാര്യം. ഓക്കെ, അതിലുപരി ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കേരളത്തിലെ 4 വൻകിട ബ്രാൻഡുകളിൽ ഞാൻ ചെറിയൊരാളിങ്ങനെ ഇരിക്കും, ഒരു റീറ്റെയിലർ ഇരിക്കുകയാണ്. 4 വൻകിട എന്താ പറയാ, സഹായം വേണം, ഇവർക്കൊക്കെ വേണം, എന്നാലല്ലേ വിൽക്കാൻ അപ്പോ പറ്റുള്ളൂ. ഓക്കെ, അതെ, താങ്കളില്ലെങ്കിൽ ഇവരില്ല. അപ്പോൾ സ്കെയിലപ്പ് എന്ന രീതി വരുമ്പോൾ നമുക്കതൊരു പാഷൻ വേണം. അതാണ് ഡേമാണ് സ്കെയിൽ. ഒരു ബിസിനസിന്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന കാര്യത്തേക്ക് വരുമ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേണ്ടിയത്, എനിക്കും എൻ്റെ പാർട്ണറിൽ ചെയർമാൻ മുഹമ്മദ് അലി മൂപ്പരിപ്പോൾ മസ്കത്താണുള്ളത്, ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ചെയ്തത് ഞങ്ങൾക്ക് 2 ആൾക്കും നടത്താൻ പറ്റുന്ന മാക്സിമം സ്റ്റോറിൻ്റെ എണ്ണം 2 or 3, അതിലപ്പുറം നമുക്ക് നടത്താൻ പറ്റില്ല. അത് ആ 2 സ്റ്റോർ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. ടീം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കൊണ്ടുവന്നല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളുകളാണ് എൻ്റെ ടോപ്പ് ലെവൽ എല്ലാ ടീമുകളും. ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ഡയറക്ടേഴ്സ് അടക്കം എല്ലാ ആൾക്കും എൻ്റെ അക്കൗണ്ടൻ്റായിട്ടും സെയിൽസിലായിട്ടും അതുപോലെ വന്ന ആളുകളാണ് എൻ്റെ കൂട്ടത്തിലെ ഇപ്പോൾ ഡയറക്ടേഴ്സ്. അപ്പോൾ അവരെയും കൂടി വളർത്തിക്കൊണ്ടുവന്ന് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ടീം, ബാക്ക് ബോൺസ് ആയിട്ട് എല്ലാ ഭാഗത്തും നിൽക്കുന്ന, ഞാൻ ഇപ്പോൾ കണ്ടോ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ എൻ്റെ സ്ഥാപനം വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പറഞ്ഞത് കാര്യം തന്നെയാണ് നേരത്തെ. കാരണം വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു 60-70% എല്ലാം ഭയങ്കര ബ്ലീഡിങ് സ്റ്റേജിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പലരും അതെന്താ പറയുക, 2 രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. ഒന്ന്, എനിക്കിത് മതി, ഓക്കെ, തൽക്കാലം അന്നം അല്ലെങ്കിൽ എന്താ ഭക്ഷണം കഴിക്കാനുള്ള ഒരു കാര്യം, ഇത് മതി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ. അത് അവരുടെ ഹാപ്പിനെസ് ആണ്. ഇത് ഹാപ്പിനെസ് മാറ്ററാണ്. ഞാൻ മനസ്സിലാക്കുന്നതിന് അതിനൊരു ഹാപ്പിനെസ് മാറ്ററാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുത്തരം ഇരിക്കാൻ എനിക്ക് പറ്റില്ല. കണ്ടിന്യൂസ് വർക്ക് ഹോളിക്കാണ്, കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇന്നോവേറ്റീവായിട്ട്. അല്ലെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക. പല എന്താ പറയുക മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ റീറ്റെയിലുള്ള ഞാനപ്പം കോപ്പി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നോക്കും. ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി എവിടെ പോയി കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള പാറ്റേൺ എന്ന് നോക്കിയിട്ട് ആവുന്ന രീതിയിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്, വലിയ ബ്രാൻഡുകളുണ്ട്, റീറ്റെയിൽ ഭീമന്മാരുണ്ട്. അതിനിടയിൽ നമ്മളെ എന്താ പറയുക, ഈ റീജിയണൽ റീറ്റെയിലർ എന്ന നിലക്ക് ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊരു രീതി, ഡേമാർട്ടിൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഇനി കുറച്ചും കൂടി നന്നായുള്ള രീതി തന്നെ ഒരു 2030 100 സ്റ്റോർ ആക്കുക എന്നല്ല. കുറച്ച് ടഫാണ് ഈ സൂപ്പർ മാർക്കറ്റ് മേഖല. കാരണം മറ്റുള്ള മേഖല പോലെയല്ല. അതിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് തന്നെ ഏകദേശം 10,000-15,000 ഇതിനും ഐറ്റംസ് SKUs ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് ഇൻവെൻട്രി ക്ലിയർ ആക്കുക എന്ന രീതിയിൽ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. ഓക്കെ, എന്നിരുന്നാലും ഒരു 100 സ്റ്റോർ തുറക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ രീതി. അതിനുവേണ്ടി വീണ്ടും നമ്മുടെ ടീമിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടീമിനെ വലുതായി കൊണ്ടുവരാൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഷം കൂടി ഞാൻ എൻ്റെ ബാക്കിലാക്കി എൻ്റെ കോർപ്പറേറ്റ് ഓഫീസുകൾ ഏറ്റവും നല്ലൊരു ടീമിനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നുള്ള ഫാസ്റ്റായിട്ട് 2025 തൊട്ടുള്ള ഫാസ്റ്റായിട്ടുള്ള ഒരു എക്സ്പാൻഷനാണ് ഡേമാർട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു. 2011 250 ലിറ്റർ ഐസ്ക്രീം അല്ലേ, ഇപ്പൊ 50,000 ലിറ്റർ പെർ ഡേ കിവി. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അംബാസിഡർ. എങ്ങനെയാണ്
ഐസ്ക്രീമിനാണെങ്കിൽ ഒടുക്കത്തെ മത്സരമാണ് കേരളത്തിൽ. എത്ര ബ്രാൻഡ്, ഇവിടെ തന്നെ എത്ര ബ്രാൻഡാണ് നമ്മുടെ എക്സ്പോ. എങ്ങനെയാണ് ഈ മത്സരത്തെ അതിജീവിക്കുകയും ഇത്രമാത്രം വളരുകയും ചെയ്തത്? എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? ആദ്യമായിട്ട് സ്വാക്കിന് വലിയൊരു നന്ദി. കാരണം ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചതിനും അതിലുപരിയായി ഒരു റൂഫിൻ്റെ കീഴെ ഒത്തിരി പേരെ 2 ദിവസത്തിനകത്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കി തന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ കിവി എന്ന ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2011 ഐസ്ക്രീം ഇൻഡസ്ട്രിയിലേക്ക് നമ്മളൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മളും ആ ഒരു കൺവെൻഷണൽ രീതി ഫോളോ ചെയ്താണ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇയർ ടു ഇയർ അതിനകത്ത് ഒരുപാട് ചേഞ്ചസ് വരുന്നു. കാരണം കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ബ്രാൻഡ് അംബാസിഡറെ വെച്ച് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന മറിബോയ് എന്ന് പറയുന്ന ബ്രാൻഡായിരുന്നു. അവിടെ മുതലാണ് നമ്മൾ ഇതിനെ എങ്ങനെ അടുത്ത ലെവലിലേക്ക് നമുക്കിതിനെ കൊണ്ടുപോകാം. കാരണം സ്വാഭാവികമായിട്ടും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു പൾസിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് വാട്ട് ചേഞ്ച് വി കാൻ ഡു. ഇതായിരുന്നു നമ്മളുടെ അടുത്തൊരു ലെവൽ ഓഫ് തിങ്കിങ്. ആദ്യമായിട്ട് നമ്മൾ എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ സോഫാർ അതുവരെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു രീതി പൊളിച്ചെഴുതുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് നമ്മളൊരു പ്രീമിയം സെഗ്മെൻറ്റ് ലെവലിലേക്ക് നമ്മൾ വരുന്നത്. കാരണം നമ്മൾ ഒരു പ്രൈസ് ഇട്ടിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു പ്രോഡക്റ്റ് നമ്മൾ എത്തിക്കുന്ന സമയത്ത് ആ വാങ്ങിക്കുന്ന ആൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് വാല്യൂ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലൈൻ നമുക്ക് റെഡിയായി വന്നതിന് ശേഷം അടുത്തത് ഇതിൻ്റെ വിസിബിലിറ്റീസ് ആയിരുന്നു. കാരണം ഇത് ജനങ്ങൾ അറിയണം, ഈ ഒരു ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണിത്, അത് വാങ്ങിക്കഴിക്കുന്നത് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് വേർത്താണ് ഞാൻ വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത്. നമ്മൾ അടുത്തൊരു ചിന്ത ഒരു പ്രൊഡക്റ്റ് ലൈൻ സെറ്റ് ആയതിനു ശേഷം ഇതിൻ്റെ ഒരു വിസിബിലിറ്റി സൈഡ് എങ്ങനെ കൂട്ടാം. ആ സമയമായപ്പോഴും കേരളത്തിലുള്ള പ്രൊമിനൻ്റ് ആയിട്ടുള്ള പല ഫിലിം സ്റ്റാർസും പല ബ്രാൻഡുകളായിട്ട് ഈവൻ ഐസ്ക്രീം ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റിലേക്ക് പിച്ച് ചെയ്യാം. ആ ഒരു തോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പല പേരുകളുണ്ടായിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻ പോയിന്റിൽ. ആ പേരുകളൊക്കെ വന്ന സമയത്തും നമുക്കൊരു ഹൈപ്പർ ആക്റ്റീവായിട്ട് നമുക്കൊരു റെസ്പോൺസ് മാർക്കറ്റിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ സംതിങ് യുണീക്കായിട്ട് നമ്മൾ ഇടണം. സ്വാഭാവികമായിട്ടും ആ ഒരു ചർച്ചയിലാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു പേര് നമ്മുടെ പോയിന്റിലേക്ക് വരുന്നത്. അതിൽ ഏറ്റവും സർപ്രൈസിങ് ആയിരുന്നത് ഞങ്ങൾക്ക് ഏകദേശം ഒരു 3 മാസത്തോളം എടുത്തു അതിൻ്റെ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ഫുഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ആസ് എ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരുന്ന സമയത്ത് ഹി ആൾസോ വെരി മച്ച് കൺസേൺഡ്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഒരു അണ്ടർ ക്വാളിറ്റി പ്രോഡക്റ്റിൽ പുള്ളി അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു റെസ്പോൺസ് വളരെ മോശമായിരിക്കും. സോ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ബ്രാൻഡിങ് എക്സസൈസിലേക്ക് നമ്മൾ പോയി. ആ ഒരു ബ്രാൻഡിങ് എക്സസൈസ് വളരെ കൃത്യമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മൈലേജ് നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഗ്രോത്ത് പ്രപ്പോസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൊരു ഫിഗറിനെ നമുക്കൊരു പർട്ടിക്കുലർ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഒരു 1.5 വർഷം കൊണ്ട് നമുക്ക് കൊണ്ടുതരുന്ന രീതിയിൽ ആ ഒരു ബ്രാൻഡിങ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂഷ്വലി ടെക്നോളജി എന്ന് പറയുന്ന സമയത്ത് ഈ നമുക്ക് വേണമെങ്കിൽ അടുത്ത റൗണ്ടിൽ സംസാരിക്കാം. വേറൊരു സംശയമുണ്ട്. ഇപ്പൊ മോഹൻലാലിനെ കൊണ്ടുവന്നല്ലോ, ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കൊണ്ടുവന്നു. അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഈ സെലിബ്രിറ്റി അംബാസിഡറെ കൊണ്ടുവന്നപ്പോൾ, ബിസിനസിന്റെ സ്കെയിലപ്പിനെ കൊണ്ടുവന്നപ്പോൾ എന്ത് ബാക്ക്ഗ്രൗണ്ട് വർക്കാണ് ചെയ്തത്? അദ്ദേഹം വന്നു കഴിയുമ്പോൾ എന്തായാലും സെയിലൊക്കെ കൂടും എന്നറിയാമായിരുന്നല്ലോ. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നമ്മൾ ചെയ്തിരുന്നോ? എങ്ങനെയാണ് അത് ചെയ്തത്? തീർച്ചയായിട്ടും നമ്മൾ ഒരു ബ്രാൻഡ് ലാലേട്ടനിലേക്ക് നമ്മൾ പോവാം എന്നുള്ളൊരു തീരുമാനം മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നമ്മൾ എടുത്ത സമയത്ത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തത് അതിനെ ടെക്നിക്കലി പഠിച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമിന് വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ. അതിൽ എടുത്ത് പറയേണ്ട ചില പേരുകളുണ്ട്. ഒന്ന് അബ്രഹാം കോഷി സാർ, IIM അഹമ്മദാബാദിൻ്റെ ഡയറക്ടറായിരുന്നു. നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രാജശേഖരൻ സാർ, ഇവരടങ്ങുന്ന ഒരു ടീമിനെയാണ് നമ്മൾ ആദ്യം ഏൽപ്പിക്കുന്നത്.
സ്വാഭാവികമായിട്ടും ഇവരുടെ ചില നിർദ്ദേശങ്ങൾ, ലാലേട്ടനെ പോലെയുള്ള ഒരാൾ ബ്രാൻഡ് അംബാസഡറായിട്ട് വരുന്ന സമയത്ത് കേരള സമൂഹത്തിൽ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആ ഡിമാൻഡിനെ എങ്ങനെ കാറ്റർ ചെയ്യും. സോ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ ലൈൻ പഠിക്കണം, അതിൻ്റെ കപ്പാസിറ്റി പഠിക്കണം, അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരണം. ഇതിനകത്ത് കൂടെ പറയേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് ടീം. അവർ വളരെ കൃത്യമായിട്ട് പല സ്റ്റോറുകളിലും പോയി കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഓപ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ബിസിനസ് ഗ്രോത്ത്, ഈ രീതിയിലുള്ള ഒരു റാൻഡം സ്റ്റഡി മാർക്കറ്റിംഗ് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫിഗേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു 3 മാസത്തോളം ഡേ ആൻഡ് ഔട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ പഠന കേന്ദ്രം. ഇവർ തരുന്ന ഇൻഫർമേഷൻസ്, ടെക്നിക്കലി വരുന്ന ആളുകൾ, അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു ഈ മേക്കിംഗ്. ഇപ്പം ലാലേട്ടനെ നമ്മൾ പല ബ്രാൻഡുകളിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ട്രോള് വന്നിട്ടുള്ള ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് കിവിയുടെ ആ ഒരു അഡ്വർടൈസ്മെന്റ് മോഡലായിരുന്നു. അത് ആക്ച്വലി ഇറ്റ് വാസ് എ ഇന്റൻഷ്യൽ മൂവ് ആയിരുന്നു അത്. കാരണം ഞങ്ങളിത് സംസാരിക്കുന്ന സമയത്ത് ലാലേട്ടൻ ഓൾറെഡി ഫെമിലിയറാണ്. പുള്ളിന് ഇനി പുതിയ കോട്ടും സ്യൂട്ട് ഇട്ടിട്ട് നിങ്ങൾ അവതരിപ്പിക്കണ്ട. സോ ആളുകൾക്ക് ഒരു 1, 2, 3 പ്രാവശ്യം പുള്ളിനെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന രീതിയിൽ വേണം അവതരിപ്പിക്കാൻ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഡാൻസ് കളിച്ച് എൻഡോസ് ചെയ്തൊരു ബ്രാൻഡ് കിവിയ. അപ്പം അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലൊരു വിസിബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിലും ഇപ്പം പാലക്കാട് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതും കാക്കഞ്ചേരിയിൽ ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതും അവിടുത്തെ മെഷീൻസിൻ്റെ കപ്പാസിറ്റി ഇപ്പം ഒരു 3000 പീസസ് പെർ ഡേ പ്രൊഡക്ഷൻ എടുക്കുന്ന മെഷീനെ നമ്മൾ 6000-ലേക്കും 9000-ലേക്കും 12,000-ലേക്കും മാറ്റുന്നതും 500 ലിറ്റർ മിക്സ് ചെയ്തിരുന്ന സ്ഥാനത്ത് നമ്മൾ 1000 ലിറ്റേഴ്സിലേക്ക് മാറ്റും. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളും നമ്മൾ അതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ഷഹബാസ് ഒരു വലിയ ബിസിനസ് പ്രസ്ഥാനത്തിൻ്റെ യുവസാരഥിയാണ്. പ്രോഡക്റ്റ് ഡിസൈൻ അല്ലേ? എന്താണ് നമ്മുടെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ലൈൻ ഇറക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരമ്പരാഗതമായിട്ട് വലിയ നല്ല സ്റ്റെബിലിറ്റി ഉള്ളൊരു ഗ്രൂപ്പാണ്, അപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ലൈൻ ഇറക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും വലിയ സംഭവം എന്താണ്? ഈ പ്രോഡക്റ്റ് ഡിസൈൻ എന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം? എന്താണ് പാരിസൺസിൽ ഷഹബാസ് ചെയ്തത്? എന്താണ്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ കമ്പനിയിൽ പാരിസൺസിൽ ജോയിൻ ചെയ്തിട്ട് 8 കൊല്ലമായി. അതിൻ്റെ മുന്നേ മാസ്റ്റേഴ്സ് പഠിക്കുന്നതിന് മുന്നേ 2 കൊല്ലം സ്റ്റിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ലാബ് R&D ലാബ്, ആപ്ലിക്കേഷൻ ലാബിൽ നിന്നിട്ട് ഇപ്പം നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് കൂടുതൽ ക്വാളിറ്റി കൂട്ടാനും നോക്കുക, അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനോ നോക്കുക. അപ്പം അതിങ്ങനെ ചെയ്ത് ഒരു മാസമോ 2 മാസം അതിൻ്റെ ഉള്ളിൽ കുത്തിരുന്ന് ചെയ്യുക. പിന്നെ അത് ലോഞ്ച് ചെയ്തിട്ട് അത് ട്രയൽ എടുക്കുമ്പോഴാണ് അറിയുന്നത് ആ പ്രോഡക്റ്റ് അല്ല, മാർക്കറ്റിൽ വേറെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു വെനില, ഞാൻ കേക്ക് പ്രീമിക്സ് നമ്മൾ ലോഞ്ച് ചെയ്തിരുന്നു, ഇപ്പം ചെയ്യുന്നുണ്ട്. ബേക്കറി B2B ഡിവിഷനിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിഥി കേക്കും നമ്മൾ പിന്നീട് ലോഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ വെനില കേക്ക് പ്രീമിക്സ് ലോഞ്ച് ചെയ്ത് കുറേ പണിയെടുത്ത് 6 മാസം കഴിഞ്ഞിട്ട് അറിയുന്നത് പിന്നെ അത് മാർക്കറ്റ് പോകുന്നത് ചോക്ലേറ്റാണ്. അപ്പം ഞാൻ നമ്പർ 1, നമ്മളെ ടീം എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, രാധാകൃഷ്ണൻ സാറ്. അപ്പം നമ്പർ 1 സംഗതി ഈ ഫീഡ്ബാക്ക് മാർക്കറ്റിംഗ് ടീമിൽ നിന്ന് എടുക്കുക, പ്രത്യേകിച്ച് റീറ്റെയിലിൽ. അതിൽ രാഹുൽ ഭായ് പറഞ്ഞ പോലെ ട്രയൽ ആൻഡ് എറർ, ഞാൻ ട്രയൽ ആൻഡ് എററിൻ്റെ ആളാണ്. ഞാൻ ഈ പഠിച്ച സ്ഥലത്ത് നിന്ന് ഇറ്ററേറ്റീവ് പ്രോസസ്സാണ് പഠിപ്പിച്ചത്. അതായത് ഫെയിൽ, റിപ്പീറ്റ്, ഫെയിൽ, ഗോ ബാക്ക് ടു വർക്ക്, ദെൻ ഡെവലപ്പ് എ ന്യൂ പ്രോഡക്റ്റ് ആൻഡ് ദെൻ കം അഗൈൻ ഡു ദ കസ്റ്റമർ ടെസ്റ്റ്. പക്ഷെ നമ്മളെ ഫുഡിനെ സംബന്ധിച്ച് റീറ്റെയിലിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പ്രയാസമാണ്. അപ്പം നമ്മളത് മാർക്കറ്റിംഗ് ടീമിൻ്റെ അടുത്ത് നിന്ന് കറക്റ്റ് ഡാറ്റ, മാർക്കറ്റിംഗ് ടീം എന്ന് പറഞ്ഞാൽ അവർ മാർക്കറ്റിൽ പോകുന്നതാണ്. വിഷ്ണുഭായ് പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ മാർക്കറ്റിൽ ചെല്ലുമ്പം നമുക്ക് തന്നെ ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് ഫീഡ്ബാക്ക് മനസ്സിലാക്കി അതിൽ ഡിസ്ട്രിബ്യൂട്ടർ, നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിൻ്റെ കൂടെ ഏതൊക്കെ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു ഐഡിയ നിർബന്ധമാണ്. അപ്പോൾ അതിനോടൊക്കെ കൂട്ടി യോജിച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ്
ഈ റീറ്റെയിൽ അതിഥിയിൽ നമ്മളിപ്പോൾ ഈ കേക്കൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിപ്പം ഈ പരിസൻസ് ഫുഡിലെന്ന നിലക്ക് നമ്മൾ പുട്ടുപൊടി ഉണ്ട്, മസാല ഉണ്ട്. നമ്മൾ ഒരിക്കലും അതിലേക്ക് എൻട്രി ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നോക്കിയിട്ടില്ല. കാരണം നമ്മൾ സ്ട്രെങ്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഫാദറിൻ്റെ ബ്രദേഴ്സൊക്കെ ഓൾറെഡി വീറ്റ് ഫ്ലോർ, എഡിബിൾ ഓയിൽസ്, നമ്മൾ പിന്നെ ബേക്കറി സ്പെഷ്യാലിറ്റി ഫാറ്റ്സിലും ഉള്ളത്. അപ്പോൾ അതിനെ കൊണ്ടുള്ള സംഗതി, അതിൻ്റെ ബേസ് ലൈനിന്നാണ് നമ്മൾ റസ്ക്, കേക്ക്, പിന്നെ ഇനിയും ഹെൽത്തി പ്രോഡക്ട്സ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ റോസ്റ്റഡ് റവ. അതിൽ തന്നെ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മാർജിൻ, റീറ്റെയിലർ മാർജിൻ, അത് സപ്ലൈ, അതൊക്കെ ഭയങ്കര മുഖ്യമാണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഇപ്പം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ എത്ര പ്രൈസ് പോയിന്റ്, അതിൻ്റെ ബാക്കൗട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഫാക്ടറി GP അതൊക്കെ വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ തുടങ്ങിയത്. പണ്ട് അങ്ങനെ ഒന്നുമല്ല, പണ്ട് നോക്കാണ്ടങ്ങ് തുടങ്ങല. പിന്നെ കോസ്റ്റ് വർക്കൗട്ട് ആവലാന്ന് പിന്നെ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് പറയുക. അപ്പോൾ അതിൽ നമ്മൾ ഈ റെഡി ടു ഈറ്റ്, ഇപ്പോൾ റെഡി ടു ഈറ്റ് ആണ്. പക്ഷെ നമ്മൾ പെരിഷബിൾ ഗുഡ്സിലേക്കല്ലായിരുന്നു ആദ്യം വന്നിരുന്നത്. പൊറോട്ട, ബ്രെഡ്, അതൊക്കെ നമ്മൾ നിർത്തി. കാരണം നമ്മളെ കൂടെ അത് പറ്റിയിട്ടില്ല. പെലൈറ്റ് മോഡേണൊക്കെ കണ്ടിട്ടായിരുന്നു നമ്മൾ തുടങ്ങിയിരുന്നത്. പക്ഷെ നമ്മളെ സ്ട്രാറ്റജി കംപ്ലീറ്റ് റോങ് ആയി. പിന്നെയാണ് നമ്മൾ ലോങ് ഷെൽഫ് ലൈഫിലേക്കെല്ലാം പോകുന്നത്. അതൊക്കെ നമുക്കൊരു വലിയ പാടാണ്. ഈ ബ്രെഡും പൊറോട്ട എന്നൊക്കെ പറഞ്ഞാൽ 3 ദിവസം 4 ദിവസം കൊണ്ട് ചീത്തയായി പോകും. അപ്പം നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർമാരൊന്നും അങ്ങനത്തെ ഈ 3-4 ഡേയ്സിലൊന്നും ഇല്ല. അപ്പോൾ എന്നീ കാര്യങ്ങളൊക്കെ, അപ്പം ഞാൻ ഒറ്റ വാക്യത്തിൽ മാർക്കറ്റിംഗ് ടീമിൻ്റെ അടുത്തുനിന്നും മാർക്കറ്റിൽ നിന്നും ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. B2Bയിൽ പിന്നെ നമുക്ക് റിസ്ക് എടുക്കാം. രാഹുൽ ഭായി പറഞ്ഞ പോലെ ഇങ്ങനെ കുറച്ചൊന്ന് ഫെയിലിയർ ആയാൽ അതാതെ ബേക്കറിക്കാരെ പരിചയം ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഫീഡ്ബാക്ക് എല്ലാം പറയും. ഞാൻ അങ്ങനെ പൊതുവേ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യല്. കാരണം ഈ ഫുഡിന് നമുക്ക് ഈ ഇപ്പം ഐസ്ക്രീമിലാണെങ്കിൽ ഒരു വെനില, ഇപ്പോഴാണ് ഫ്രൂട്ട് ഫ്ലേവേഴ്സ് ഒക്കെ വരുന്നത്. അല്ലാണ്ട് വേൾഡിൽ ഏറ്റവും കൂടുതൽ വെനില, പിന്നെ ചോക്ലേറ്റ്, ബട്ടർ സ്കോച്ച്, ഇതിൽ കൂടുതലായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാനില്ല. അപ്പോൾ ഫുഡിൽ നമുക്ക് വൈഡ് അറൗണ്ട് ഇന്നോവേഷൻ ചെയ്യുന്നത് പ്രയാസമാണ്. അപ്പം ഈ ട്രയൽ ആൻഡ് എറർ ഫുഡിൽ ലിമിറ്റഡ് ആണ്. പക്ഷേ അങ്ങനെയാണ് കാര്യം. താങ്ക്സ്. രാഹുൽ, രാഹുലിനെ ഈ ജേണിയിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഏറ്റവും ചലഞ്ച് ഉണ്ടാക്കിയത്, വെല്ലുവിളി ഉയർത്തിയ എന്തെങ്കിലും കാര്യമുണ്ടോ? എങ്ങനെയാണ് അതിനെ മറികടന്നത്? രാഹുലിൻ്റെ എൻ്റർപ്രണറിയൽ ജേണിയിൽ അല്ലെങ്കിൽ ബിസിനസ് സ്കെയിലപ്പ് ജേണിയിൽ ചലഞ്ചിങ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ കോർ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതിൽ എപ്പോഴും ഉള്ള, ഈ റൂമിലുള്ള പലവർക്കും ഉള്ളതുപോലെ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഫണ്ട് മാനേജ്മെൻ്റ് ആയിരുന്നു ഞങ്ങളുടെ ഒരു കോർ ഇഷ്യൂ ഉണ്ടായിരുന്നത്. എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിക്കേണ്ടി വരുമ്പം വരും. അപ്പം ഞങ്ങൾ ആ മോഡൽ ട്വീക്ക് ചെയ്തു. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ ഫാർമയുടെ കാര്യം പറയുന്നത്, നമ്മൾ ഡിസ്കൗണ്ട് കൂടുതൽ കൊടുത്ത് നമ്മൾ ക്യാഷ് വേഗം മേടിക്കും. ഇൻവെൻട്രി എക്സ്പെക്റ്റഡ് ടു വെക്കാൻ 30 ദിവസമാണ് കമ്പനിക്കാർ പറയുന്നത്. ഞങ്ങൾ 15 ദിവസം വെക്കുള്ളൂ. അപ്പോൾ കമ്പനിക്കാരായിട്ട് അടിയാവും. എന്നിട്ട് ഇൻവെൻട്രി ബ്രൂട്ടലി കുറച്ച്, പിന്നെ റിസീവബിൾസ് മാക്സിമം കുറച്ച് ഫണ്ട് മാനേജ് ചെയ്തു. പിന്നെ ഞാൻ അന്ന് ചെയ്ത ഒരു പരിപാടി 2011 ഞാനിപ്പോൾ ട്രെയിനിൽ വന്ന ഒരാളെ കണ്ടു. റിലയൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫാർമയുണ്ട് റിലയൻസിന്. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇന്ത്യയിലൊരു 3 പേർക്ക് 2 മാസത്തെ ക്രെഡിറ്റ് തന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു കമ്പനി അല്ല പൊതുവെ. അവർ ഞങ്ങൾക്ക് മാത്രം ഒരു 5 പേർക്ക് കൊടുത്തു. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ഹ്യൂമൻ ആൽബുമിൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആയിരുന്നു. അത് 2200 രൂപയ്ക്ക് മേടിച്ചിട്ട് 2150 ഓൾ ഇന്ത്യ വിറ്റു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറേ കോടി രൂപ റിലയൻസിൻ്റെ പൈസ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടി. അങ്ങനെ നമ്മൾ കുറേ ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ പല ബിസിനസ്സും ഗ്രോ ചെയ്യാൻ പറ്റിയത്. ഒരു 2 വർഷം റിലയൻസിൻ്റെ പൈസ ഞാൻ ഉപയോഗിച്ചു. ഇതൊക്കെ റെക്കോർഡ് ചെയ്യാനൊന്നും അറിയില്ല. എന്തായാലും നല്ല പ്രാക്ടിക്കൽ ടിപ്പാണ്. അങ്ങനെ അതേപോലെ പല രീതിയിലും എൻ്റെ കോർ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് എന്നും. പക്ഷെ നമ്മൾ അത് മാനേജ് ചെയ്യുന്നതിൻ്റെ അകത്താണ് നമ്മൾ ഇച്ചിരി ടൈറ്റായിട്ട് റൺ ചെയ്യുന്നത്. അങ്ങനെയാണ് സ്കെയിൽ ചെയ്യുന്നത്. അങ്ങനെ വരുന്നതുകൊണ്ട് അതാണ് ഒരു ചാലഞ്ച്. പിന്നെ ഇത് കേരളം ആയതുകൊണ്ട് റെഗുലേറ്ററി ഡ്രഗിലൊന്നും പ്രോബ്ലം. പക്ഷേ GST, VAT ഐ എം ഷുവർ അൺറീസണബിൾ ആണ് കുറേയൊക്കെ. അപ്പം അത് കുറേ നമുക്ക് മനസ്സിലായി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. 100% കംപ്ലയൻസ് വന്നിട്ട് കാര്യമുള്ളൂ. എന്തെങ്കിലും ചെറിയൊരു കുത്തും കോമ EWA ബില്ലൊക്കെ മാറിപ്പോയി എന്ന് പറഞ്ഞ് ആദ്യം കുറേ ഫൈൻ അടയ്ക്കും. പിന്നെ മനസ്സിലായത് കോടതി പോയാൽ കോടതി ഇസ് ഫെയർ. അപ്പം അങ്ങനത്തെ ലേണിങ്സ് ഒക്കെ പതുക്കെ വരത്തുള്ളൂ. പിന്നെ
ഈ ബാച്ചിൽ പഠിച്ച ഫ്രണ്ട്സിനോടും ഒരു കാര്യമുണ്ട്, കരയുന്ന കൊച്ചിനെ പാലുള്ളൂ, എവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരെങ്കിലും കൂടെ ചെന്ന് ചോദിക്കുക. പീപ്പിൾ ലൈക്ക് ഹെൽപ്പിങ് ഈച്ച് അതർ. നമ്മൾ ചോദിക്കാതിരുന്ന ഒന്നും നടക്കത്തില്ല. ഞങ്ങൾ ചെന്ന് ഷെയിംലെസ്ലി ചോദിക്കേണ്ട അടുത്ത് ചോദിക്കും. അത് ഇവർക്കറിയാം. താങ്ക് യു. വിഷ്ണുവിന്റെ ചലഞ്ച് എന്തായിരുന്നു? പ്രധാനപ്പെട്ട ചലഞ്ച് എങ്ങനെ മറികടന്നു? സി, RGയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചലഞ്ച് പ്രൈസിങ് ആണ് ഇന്ന്. കാരണം നല്ലെണ്ണ സെഗ്മെന്റിൽ ആരും ബ്രാൻഡ് കോൺഷ്യസ് അല്ല. എല്ലാവർക്കും കത്തിക്കാനല്ലേ അല്ലെങ്കിൽ അച്ചാറിടാനല്ലേ, ബ്രാൻഡ് കോൺഷ്യസ് അല്ല. പക്ഷേ പ്രൗഡ്ലി ഐ ക്യാൻ സേ ഇന്ന് കേരളത്തിലുള്ള ഇൻഡസ്ട്രിയിൽ എല്ലാ കോമ്പറ്റേറ്ററെക്കാളും 30 രൂപ പെർ ലിറ്ററിന് RG കൂടുതലാണ്. ആ ഒരു ചലഞ്ചാണ് നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. പല സ്ഥലത്തും ഭയങ്കര പ്രശ്നം, നിങ്ങളെ കോമ്പറ്റേറ്റർ ഇത്ര വിലക്ക് കൊടുക്കുന്നു. നമ്മൾ ഒറ്റ സ്റ്റാൻഡ് എടുത്തു, ഇതാണ് നമ്മുടെ വില. മാന്യമായിട്ടുള്ള മാർജിൻ ഡിസ്ട്രിബ്യൂട്ടറിനുണ്ട്, മാന്യമായിട്ടുള്ള മാർജിൻ റീറ്റെയിലിനുണ്ട്. സീസൺ സമയങ്ങളിൽ നമ്മൾ സ്കീംസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബ്രാൻഡ് കോൺഷ്യസ്, ആൾക്കാർ ബ്രാൻഡ് ലോയലാവും. നമ്മൾ വില കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ ആരും ബ്രാൻഡ് ലോയൽ ആവില്ല. അത് പ്രൈസ് കോൺഷ്യസ് ആണ്, പ്രൈസ് ലോയലാണ്. ഇപ്പൊ ഞാനിപ്പോ എൻ്റെ എണ്ണ 100 രൂപ കൊടുക്കുന്ന എണ്ണ 50 രൂപക്ക് ഇപ്പൊ മുസ്തഫക്കിനോട് പറയാം, മുസ്തഫക്ക ഞാൻ 50 രൂപക്ക് നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്തഫക്ക് വേഗം എടുത്തു വെക്കും. ഒരു 2 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ മുസ്തഫക്ക 100 രൂപ എന്ന് പറഞ്ഞാൽ മുസ്തഫക്ക് എടുക്കില്ല. എടുക്കുമോ? എടുക്കില്ല. നമ്മളൊരു ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യുമ്പോൾ ആരായാലും ഇപ്പൊ ഒരു ഡേമാർട്ട് ആണെങ്കിലും ഏത് ബ്രാൻഡ് ആണെങ്കിലും നമ്മൾ പൊസിഷൻ ചെയ്യുമ്പോൾ പ്രീമിയം ആയിട്ട് പൊസിഷൻ ചെയ്യണം. പക്ഷെ വെറുതെ പ്രീമിയം ആയിട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റില്ല, അതിനുള്ള സർവീസ് കൂടി കൊടുക്കണം. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ബ്രാൻഡ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, ഈവൻ ITCക്കാർ പോലും എന്നോട് വിളിച്ചത് എങ്ങനെയാണ് ഇവർ ഈ സെയിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അവർ ഒരുപാട് പരസ്യം ചെയ്തു, കോടിക്കണക്കിന് രൂപൻ്റെ പരസ്യം ചെയ്തു. പരസ്യം ചെയ്ത സമയത്ത് ഒരു സെർട്ടൺ ടൈം ആയ സമയത്ത് അവർ 5 രൂപ പ്രൈസിനെ കൂട്ടി. ഒറ്റയടിക്ക് മാർക്കറ്റിന്റെ ഷെയർ താഴോട്ട് പോയി, സെയിൽ അങ്ങോട്ട് 0 ആയി. 5 രൂപ കൂട്ടി. അപ്പൊ ഞാൻ ഒരിക്കൽ എൻ്റെ യാത്രയിൽ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, എന്താണ് ഇതിങ്ങനെ ചെയ്തത്? നോ വിഷ്ണു, ഞങ്ങള് അതിന്റെ ഗ്രാമേജ് കൂട്ടാൻ പോവാണ്. ഞങ്ങൾ 5 രൂപ കൂട്ടി, പക്ഷെ ഞങ്ങൾ ഗ്രാമേജ് കൂട്ടാൻ പോവാണ്. ഞാൻ പറഞ്ഞു, വർക്ക് ചെയ്യില്ല. ഒന്നെങ്കിൽ ബാക്ക് ടു നിങ്ങളുടെ ഓൾഡ് MRPയിലേക്ക് പോകും. കാരണം നിങ്ങളത് ബ്രാൻഡ് ലോയൽ കസ്റ്റമേഴ്സ് അല്ല, പ്രൈസ് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ്. 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇയാളെ കണ്ടു. അപ്പൊ എന്നോടൊന്ന് വിഷ്ണു പറഞ്ഞ മാതിരി തന്നെ ഞാൻ ഗ്രാമേജ് കൂട്ടിയ സമയത്തും കാര്യമില്ല, ഞാൻ വീണ്ടും പഴയ MRPയിലേക്ക് പോവാന്ന്. ദാറ്റ് മീൻസ് നമ്മളൊരു എല്ലാ സെയിൽസ് ടീമും മീറ്റിംഗിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, സാർ നിങ്ങളെ സാധനത്തിന് വില കൂടുതലാണ്, മറ്റേ ബ്രാൻഡ് അതാണ് ഇതാണ്. എൻ്റെ ഒരു മീറ്റിങ്ങിലും സെയിൽസ് ടീമിനോട് എൻ്റെ കോമ്പറ്റേറ്റർ കാര്യം മിണ്ടരുത് എന്നുള്ള സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നിങ്ങൾ RGയിലാണ് ജോലി ചെയ്യുന്നത്, RG വിൽക്കാൻ ഇതാണ് RGന്റെ വില, ഇത് വിൽക്കുക ഇതാണ് നിങ്ങളെ പണി. എൻ്റെ ടീം പല ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരു കോമ്പറ്റേറ്റർ കാര്യം ഞാൻ പറയാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് കോമ്പറ്റേറ്റർ കാര്യം പറയണമെങ്കിൽ ആ കമ്പനി പോയി പണിയെടുത്തോളാം. ഈ കമ്പനിയിൽ പണിയെടുക്കുമ്പം RGന്റെ കാര്യം നോക്കുക. കാരണം നമ്മളെ പ്രൊഡക്റ്റിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും നിൽക്കാം. ഇപ്പം നിങ്ങൾ RG കോഴിക്കോട് നിന്ന് ഇപ്പം വാല്യൂസ് നിന്ന് വാങ്ങിയാലോ, ഡേമാർട്ടിൽ നിന്ന് വാങ്ങിയാലോ, തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്ന് മേടിച്ചാലോ, ഇനി ഫിലാഡൽഫിയയിൽ കാശ്മീർ സൂപ്പർ മാർക്കറ്റ് മേടിച്ചാലോ, ദുബായ് ലുലുന്ന് മേടിച്ചാലോ, നമ്മൾ ഒറ്റ ക്വാളിറ്റിയെ കൊടുക്കുന്നുള്ളൂ. നമുക്കൊരു എക്സ്പോർട്ട് ക്വാളിറ്റി, ഡൊമസ്റ്റിക് ക്വാളിറ്റി എന്നില്ല, ഒരൊറ്റ ക്വാളിറ്റി സാധനമാണ് നമ്മുടെ എല്ലാ പ്രോഡക്ട്സിനും നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എവിടെയും നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാം. ഇതാണ് എൻ്റെ വില, ഇതാണ് എൻ്റെ മാർജിൻ എന്ന് ധൈര്യമായിട്ട് പറയാം. അപ്പം ആ പ്രൈസിലേക്ക് എത്തിക്കാനുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച്. അത് ഞാൻ എത്തിച്ചിട്ടുമുണ്ട്. എന്തായിരുന്നു നമ്മുടെ വളർച്ചയിലുള്ള ചലഞ്ച്? എന്തായിരുന്നു? എങ്ങനെ മറികടന്നു? ഞാൻ നേരത്തെ പറഞ്ഞതൊരു കാര്യം വിട്ടുപോയി. ഞാൻ റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ 15 വർഷം ഒരു ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. ഓക്കെ, എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ടാണ്. പല പ്രൊഡക്റ്റുകൾ, പാർലെ, ഒരുപാട് പ്രൊഡക്റ്റ്, നിർമ്മ, ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ വണ്ടിയിൽ കൊണ്ട് വെക്കാൻ എൻ്റെ പണി. അപ്പോൾ അതുകൊണ്ട് റീറ്റെയിൽ എന്താണെന്നുള്ളത് ആദ്യം എനിക്ക് ഇവര് പറയുന്നത് പോലെ തന്നെ എനിക്കും അറിയാം. ഏകദേശം എന്താ പറയുക, വടകര എൻ്റെ ഒരു മാർക്കറ്റിൽ. അതിനുശേഷം ഞാൻ റീറ്റെയിൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെയാണ് റീറ്റെയിലേക്ക് വരുന്നത്, ഡിസ്ട്രിബ്യൂഷൻ അടച്ചുകൂട്ടി ഇതിലേക്ക് വരുന്നത്. ക്രൈസിസ് എന്താന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഈ ലോകം ആരംഭിച്ചോട്ട് ഏറ്റവും വലിയ ക്രൈസിസ് കോവിഡ് ആയിരുന്നല്ലോ. ഓക്കെ, അതെങ്ങനെ മറികടക്കും എന്നുള്ള ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആണെച്ചാൽ ഇത്രയും ബ്രാഞ്ചുകൾ വന്ന്, പ്രത്യേകിച്ച് എന്താ പറയുക,
റീറ്റെയിൽ മേഖല റേസർ തിൻ മാർജിൻ എന്നാ പറയുക. എന്നാൽ ബ്ലേഡ് വെച്ച് മുറിച്ച മാർജിൻ ചെയ്തിട്ടുള്ളൂ. വളരെ കുറഞ്ഞ മാർജിനാണല്ലോ കേട്ടോ റീറ്റെയിൽ. അപ്പോൾ ഈ മാർജിനിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ സെയിൽ കുറച്ച് ഡ്രോപ്പ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത്രയും ബ്രാഞ്ചുകൾ അത് പക്ഷേ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടാണ് വന്നത് കോവിഡ്. ചലഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ ലെവലിൽ ഞാൻ പറഞ്ഞേ ഒരു വളരെ കുറഞ്ഞ ആളുകൾ, നോർമൽ എങ്ങനെയാലും ഒരു 80-20 പ്രിൻസിപ്പിൾ പോലെ ഏതൊരു സ്ഥാപനത്തിലും 20% ആൾക്കാരെ വർക്ക് ചെയ്യാം. ആ 20% ആൾക്കാർ കൃത്യമായിട്ട് വന്നു. ഞാനും ചെയർമാനുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ കോഴിക്കോട് ഫ്ലാറ്റുകളിലെല്ലാം വെലിഞ്ഞ് കയറി അവർക്ക് എന്താ പറയുക പിന്നെ ഹോം ഡെലിവറി കൊടുത്തു. സ്റ്റാഫില്ലല്ലോ. അപ്പം നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെട്ട ആ ഒരു കുറച്ച് കാലം അത്രയും കുറഞ്ഞ ആളുകൾ കൊണ്ട് അതിൻ്റെ ഒരു 3 ഇരട്ടി ബിസിനസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ക്രൈസിസ് പിന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറി ഫുഡ് റീറ്റെയിലിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് അന്ന് അതിനുശേഷം ഒരുപാട് റീറ്റെയിലുകൾ വന്നു. കാരണം വെച്ചാൽ എല്ലാ ചെരുപ്പ് പിടിയും ഫുഡ്വെയറും ടെക്സ്റ്റൈൽസും എല്ലാം സൂപ്പർ മാർക്കറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലും വലിയ ക്രൈസിസ് നമുക്ക് വന്നില്ല. പക്ഷേ ആ ക്രൈസിസ് നമ്മൾ കൃത്യമായിട്ട് ഓവർകം ചെയ്തു. ഈ ഒരു ഹോം ഡെലിവറികൾ കൂട്ടി, പിന്നെ അതിനുശേഷം ഷോപ്പിൽ ഇറങ്ങാതെ കേർബ് സൈഡ് പിക്കപ്പ് എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ഇരുന്ന് കൊണ്ട് തന്നെ നമ്മൾ അവർക്ക് സാധനം ഡെലിവറി കൊടുക്കുന്ന സിസ്റ്റം. ഷോപ്പിൻ്റെ മുന്നിൽ വന്ന് ഓൺ അടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡെലിവറി വണ്ടി കൊടുക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വാട്സാപ്പിൽ ഓർഡർ തരും. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ആ ഒരു കോവിഡ് സമയം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതിനായിരുന്നു ഏറ്റവും വലിയൊരു ക്രൈസിസ്. സബി, എന്തായിരുന്നു നമ്മുടെ ഒരു ചലഞ്ച്? എന്തായിരുന്നു അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു ചലഞ്ച് പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചലഞ്ച്, അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന മാനുഫാക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈവൻ റീറ്റെയിലേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഫേസ് ചെയ്യുന്നൊരു കാര്യം, വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ. ഇപ്പം ഒരു പരിധി വരെ ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സൂപ്പർ മാർക്കറ്റ് സഹോദരങ്ങളോട് പറയാനുള്ളത്, ആക്ച്വലി അതൊരു ബ്രൈബിങ് ആണ്. ഞാനതിനങ്ങനെ വിശേഷിപ്പിക്കുക. ഞങ്ങളൊരു 20% മാർജിൻ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തൊരാൾ അത് ഞാൻ 25 അല്ലെങ്കിൽ 30, 35, 40 വരെ കൊടുക്കാം എന്ന് പറയുന്നിടത്ത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഏതൊരു വ്യക്തിയോ ഏതൊരു മാനുഫാക്ചററും അയാൾക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു പൈസ അതിൽ നിന്ന് കിട്ടാതെ എല്ലാം മാർക്കറ്റിലേക്ക് കൊടുത്ത് അയാൾ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു തിയറി വർക്കൗട്ട് ആവില്ല ലോകത്തെവിടെയും. ഇത് താൽക്കാലികമായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള പല ആളുകൾക്കും ചിലപ്പോൾ എക്സ്പീരിയൻസ് ഇതുണ്ടാവും. ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഹൈ മാർജിൻ ഓഫർ ചെയ്യും. റൺ ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് ദേ വിൽ ഫീൽ ദാറ്റ് ഇത് ശരിയായ ദിശയിലല്ല പോകുന്നത്, സോ വി ഹാവ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. ഇപ്പം നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നൊരു സാധനം നമ്മൾ തിരിച്ചു വലിച്ചു കഴിഞ്ഞാൽ 100% എല്ലാ ആളുകളും അതിനെ നഖശികാന്തം എതിർക്കും. എന്നുവെച്ചാൽ എടുത്തോണ്ട് പൊക്കോടെ നിന്റെ ഫ്രീസർ എന്ന് പറയുന്ന ലെവലിൽ പെരുമാറും. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ഇപ്പം എന്തിനേയും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. നമ്മുടെ എനിക്ക് തോന്നുന്നത് നേരത്തെ ഉള്ള ഒരു സംവിധാനമാണ്. നമുക്കത് പ്രത്യേകിച്ച് ഒരു പെട്ടെന്ന് നമുക്കതിനൊന്നും മാറ്റാനൊന്നും പറ്റില്ല. അത് വളരെ കാലക്രമേണ അത് മാറി വരണം. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു യങ് ജനറേഷൻ വരുന്നതിനനുസരിച്ച് കുറേ മാറ്റങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അൺഹെൽത്തി ആയിട്ട് ഇപ്പം നേരത്തെ 18% കൊടുത്തിരുന്ന ഒരാൾ നാളെ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് 30% മാർജിൻ തരാം എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് ടിക്ക് ചെയ്യണം. ദർ ഇസ് സംതിങ് ഫിഷിങ്. കാരണം ഒരു സുപ്രഭാതത്തിൽ ഇത് 12% മാർജിൻ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു മാജിക് ഇതുണ്ടെന്ന് അവരുടെ കയ്യിലുണ്ടാവില്ല. നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഈ അൺഹെൽത്തി ആയിട്ട് കോമ്പീറ്റ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള ഇത്. ഇപ്പം നമ്മൾ വളരെ ഈവൻ നമ്മൾ വരെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ഫ്രീസർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു മാസം അത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ആ ഇലക്ട്രിസിറ്റി ഈ റീറ്റെയിലറുടെ പോക്കറ്റിൽ നിന്ന് പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ ഇത്ര രൂപയുടെ ബിസിനസ് ചെയ്യണം. ഇത് നമ്മൾ നേരത്തെ പറയും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു നെഗറ്റീവ് ചില ആളുകൾ എന്ന് വെച്ചാൽ വളരെ ചുരുക്കം ചില ആളുകൾ പറയും, അതെന്താ നിങ്ങൾ നോക്കുന്നേ, അത് ഞങ്ങൾ അടയ്ക്കുന്നതല്ല, നിങ്ങളാരും തരുന്നതല്ലല്ലോ. ആക്ച്വലി നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാണ്.
ഇക്ക ഒരു 300 ലിറ്ററിന്റെ ഗ്ലാസ് ഓഫ് ഫേസ് ഇടുന്ന സമയത്ത് അതൊരു മാസം ഓടിക്കഴിഞ്ഞാൽ ഇത്ര കറണ്ട് കൺസ്യൂം ചെയ്യും, അതിന് നിങ്ങൾക്ക് ഇത്ര രൂപയുടെ ബില്ല് വരും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഇത്ര രൂപയുടെ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെഗ്മെന്റിൽ വേറെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാവും, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പുള്ളി ഐസ്ക്രീം ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു സ്പെസിഫിക് സ്റ്റഡി നമ്മൾ നടത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് പല ആളുകൾക്ക് അത് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ മെയിൻലി നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ഇതാണ്, ഈ അനാവശ്യമായിട്ട് എന്താ പറയുക, ഒരു ലോജിക്കും ഇല്ലാതെ മറ്റവനെ തകർക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. ഈവൻ കോവിഡ് അല്ലാതെ അങ്ങനെയുള്ള പല എന്താ പറയുക ബുദ്ധിമുട്ടുകളെ നമ്മൾ തരണം ചെയ്തിട്ടുണ്ട്. നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സമയങ്ങളാണ്. അതൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, അതിനൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ വരുന്ന സമയങ്ങളിലാണ് നമുക്ക് വലിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ആ ഒരു എന്താ പറയുക രീതി മാറ്റണം എന്നുള്ളതാണ്. ഷഹബാസെ, 8 വർഷമായല്ലോ, എന്തായിരുന്നു ഒരു ചലഞ്ച് തോന്നിയത്? ഷഹബാസിന് തോന്നിയതോ അല്ലെങ്കിൽ ഗ്രൂപ്പിന് തോന്നിയതോ എന്താകാം? അതിനെങ്ങനെ മറികടന്നു? ചലഞ്ച് എല്ലാ സെഗ്മെൻറ്റ്സിലും ചലഞ്ച് വരുത്തുന്നുണ്ട്. അതായത് നല്ലൊരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ടീം ഉണ്ടാവുക. ആദ്യമൊക്കെ നമ്മൾ ബേസിക് ലെവൽ ആൾക്കാരെ എടുത്തിട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യലാണ്. പിന്നെ അതൊരു ടീമാക്കിയിട്ട് നല്ല ആളെ ഹയർ ചെയ്യുക. ആളിങ്ങനെ പോവും. അധികം ഈ കേരളത്തിലുള്ള ഒരു വലിയ പ്രശ്നം, എല്ലാവരും 2 കൊല്ലം എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ ഫുഡ് ടെക്നോളജിക്കാരൊക്കെ ഗൾഫിലോട്ട് പോകും. അപ്പം നല്ലൊരു ടീം ബിൽഡപ്പ് ചെയ്ത് അതൊരു പ്രോസസ്സിൽ കൊണ്ടുപോവുക ഒരു ചാലഞ്ചാണ്. പിന്നെ അതിനൊരു ഹെഡ് വന്ന് റെഗുലറൈസ് ചെയ്താൽ അതങ്ങനെ ഒരു സിസ്റ്റമായിട്ട് പോകും. പിന്നെ ഈ ഫാക്ടറി ലെവലിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നവർ ഇത്ര ക്വാണ്ടിറ്റി അടിക്കണം ഒന്ന്, പിന്നെ പല SKUs ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഈ ലേബറിൻ്റെ ഈ കോസ്റ്റൊക്കെ വെച്ചിട്ട് ഒരു സ്കെയിൽ ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്യലൊരു ചാലഞ്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതും സെല്ലിംഗ് പ്രോഫിറ്റ് GPs അവിടെ ഒരു ചാലഞ്ച് ഉണ്ട്. പിന്നെ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ ജനറലി നമ്മൾ റോ മെറ്റീരിയൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ, പ്രൈസ്, നമ്മൾ പരിസൺസ് കമ്മോഡിറ്റിയിലാണ് കൂടുതൽ റവന്യൂ ചെയ്യുന്നത്. എഡിബിൾ ഓയിൽ, വീറ്റ് ഫ്ലോർ, എഡിബിൾ ഓയിൽസിനൊക്കെ ഒരു 20% കൂടിയും കുറഞ്ഞും നിൽക്കും ഒരു കൊല്ലത്തിൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ സൺഫ്ലവർ ഓയിൽ കിലോ പ്രൈസ് ഒരു 2 months ബാക്ക് 92 ഇന്നത് 100 10% കൂടി. അപ്പോൾ കൂടുന്നേരം ആൾ വാങ്ങുക, കുറയുന്നേരം ഒരാളെയും കാണൂല. അത് മാനേജ് ചെയ്യാൻ അത് ബ്രാൻഡ് വാല്യൂവിൽ ബ്രാൻഡ് ക്യാപ്പിലാണ് നമ്മളത് വില കൂട്ടിയിട്ട് ആ ഒരു ഇതിൽ പോവുക. പക്ഷെ എന്നിരുന്നാലും അതൊരു വലിയ ചാലഞ്ചാണ്. വീറ്റ് ഫ്ലോറിൻ്റെ പ്രൈസ് ആണെങ്കിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചാലഞ്ചാണ്. അപ്പം അന്നേരം ഈ വില കൂടുന്നേരം അതിൻ്റെ ക്വാളിറ്റി മാറുന്നതും അവിടെയൊക്കെ ചാലഞ്ച്. നമ്മൾ നല്ല ടീമിനൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അവസാനമായിട്ടുള്ള റൗണ്ടിലെ ഒരു ചോദ്യം, അവസാനത്തെ ചോദ്യമാണ് ടെക്നോളജി. ടെക്നോളജി ഇല്ലാണ്ട് ഇനിയൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ രാഹുൽ എങ്ങനെയാണ് ഈ സ്കെയിലപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകണതിന് എന്തെല്ലാം ടെക്നോളജികളാണ് ഉൾച്ചേർത്തത്? അല്ലെങ്കിൽ രാഹുലിൻ്റെ അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇനി എന്തായിരിക്കണം ടെക്നോളജികൾ, എത്രമാത്രം നമ്മൾ ഉൾക്കൊള്ളിച്ചാലാണ് ബിസിനസ് വളർത്താൻ സാധിക്കുക? എൻ്റെ FMCGയിൽ പറയുവാണെങ്കിൽ ബാക്കി എല്ലാവരും ഉപയോഗിക്കുന്നില്ല, സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷനും അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് പറയാം. ഒരു ബുക്ക് ഉണ്ട്, ഒൺലി ദ പാരനോയിഡ് സർവൈവ്. ആ ബുക്ക് ആൻഡി ഗ്രോവിൻ്റെ, ഇൻറ്റലിൻ്റെ ഫൗണ്ടറിൻ്റെ. അതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവണം, നമ്മുടെ ഇൻഡസ്ട്രി ഡിസ്ട്രപ്റ്റ് ആവും. ഉറക്കമില്ലാതെ പേടിയല്ല, ബട്ട് അൺലെസ് യു തിങ്ക്. അപ്പോൾ ഈ സെപ്റ്റോ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ നേരത്തെ വന്നവർ പൂട്ടിപ്പോൾ ഇതൊന്നും ആവില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് സക്സസ്ഫുൾ ആയാൽ നമ്മൾ എങ്ങനെ ഇവോൾവ് ചെയ്യുമെന്ന് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫ്രം എനി ഇൻഡസ്ട്രി പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഡു ദാറ്റ്. ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഞങ്ങളിപ്പം ഞങ്ങൾ ചെയ്യുന്നത്, ഇപ്പം റീറ്റെയിലേഴ്സ് ആണല്ലോ, ഞങ്ങളുടെ ഫാർമ ഡിസ്ട്രിബ്യൂഷനിൽ ഞങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഞങ്ങൾ ഫുള്ളി ഓട്ടോമേറ്റഡ് വെയർഹൗസ് ആക്കി. അപ്പോൾ ഒരു ബില്ലിന് ഒരു ഫിസിക്കൽ ബില്ലില്ലാതെയാണ് പിക്കിംഗ് നടക്കുന്നത്. 25,000 SKUs ഉണ്ട്. വിത്തിൻ 2 to 3 hours ഞങ്ങൾ അക്രോസ് കൊച്ചിൻ ഡിസ്ട്രിക്ട് ഡെലിവറി ചെയ്യും. ആൻഡ് നമ്മുടെ കോമ്പറ്റീഷൻ ചിലപ്പോൾ ഒരു 50 കിലോമീറ്റർ റേഡിയസിൽ സപ്ലൈ ചെയ്യുന്ന ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ ഞങ്ങൾ ആദ്യം ആഴ്ചയിൽ 1 പ്രാവശ്യം ഡെയിലി ആക്കി. ഇപ്പം നമ്മൾ ആഴ്ചയിൽ 36 പ്രാവശ്യം ഡെലിവറി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു കടക്കാരൻ ആ 25,000 SKUs ഓർഡർ ചെയ്താൽ
2 to 3 hours ആൾക്ക് സാധനം കിട്ടും. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഇത് നല്ലതാണ്, ലെറ്റ് us expand it to 2-3 more districts. അപ്പം ഞങ്ങൾ വിത്തിൻ 1 year ഓൾ കേരള ഒരു കാസർഗോഡ് ആണെങ്കിൽ ഇന്ന് രാത്രി ഓർഡർ ചെയ്താൽ നാളെ രാവിലെ ഡെലിവറി ചെയ്യും. ആ സിസ്റ്റത്തിലേക്ക് നമ്മുടെ സ്വന്തം 10-200 വണ്ടി വെച്ച് ഡെലിവറി ചെയ്യും. ആകെയുള്ളതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ വണ്ടിയിൽ മുഴുവനും സ്ക്വാഡിൻ്റെ ആഡ് ആയിരിക്കും. അപ്പോൾ അതിന് കുറച്ച് നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ബെനിഫിറ്റ് കിട്ടും. പക്ഷേ ഇത് പേപ്പർലെസ് ആക്കിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സ്പീഡിൽ പിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഫുള്ളി ടാബ് ബേസ്ഡ് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പിക്ക് ചെയ്യുന്നത്. ബില്ല് വരുന്നത്, ചെക്കിങ് എല്ലാം ഓട്ടോമേറ്റഡ്, പാക്കിംഗ് ബാർകോഡിനാണ്. അപ്പം ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയ ടൈം, പാക്ക് ചെയ്യാൻ എടുത്ത ടൈം, ഒരാൾ എത്ര മിനിറ്റിലാണ് പാക്ക് ചെയ്ത് ഒരാളുടെ ഐറ്റം എടുത്തിട്ട് നെക്സ്റ്റ് ട്രേയിലേക്ക് പാസ് ചെയ്ത്, ഇത് ചെക്ക് ചെയ്യാൻ എടുത്ത സമയം, ഒരാൾ എത്ര ബില്ല് ചെക്ക് ചെയ്തു, എത്ര ഐറ്റം ചെക്ക് ചെയ്തു, അതുകൂടാതെ കടക്കാരന് എത്ര മിനിറ്റിന് കിട്ടി. ഇത് ഞങ്ങളുടെ പോലത്തെ അല്ലെങ്കിൽ നമ്മുടെ പോലത്തെ ഒരു ഇൻഡസ്ട്രിയിൽ ഇതൊരു നല്ല ടെക്നോളജി വെച്ചാൽ. അതുകൂടാതെ നമുക്ക് GPS വണ്ടിയിലുള്ളതുകൊണ്ട് വണ്ടി ട്രാക്ക്, ഒരു ഊബർ വരുന്ന പോലെ അല്ലെങ്കിൽ സൊമാറ്റോ വരുന്ന പോലെ നമുക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ പാർസൽ എവിടെ എത്തി. അങ്ങനെ നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യാം? ഇപ്പം ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ സെൽഫ് ചെക്കൗട്ട് ആയിരിക്കാം എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ടത്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, അതിന് ആൻസർ ഇല്ല. ബട്ട് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ ഈ ഇൻവെൻട്രി ആണല്ലോ എല്ലാം, ആ ടോട്ടൽ കോസ്റ്റിൽ 1% കുറയ്ക്കുകയോ അല്ലെങ്കിൽ പ്രൈസ് റിയലൈസേഷനിൽ 1% കൂട്ടിയാൽ നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് 1% ആണെങ്കിൽ നിങ്ങൾക്ക് 100% ഗ്രോത്താണ്. നിങ്ങൾക്ക് 2% നെറ്റ് പ്രോഫിറ്റ് എങ്കിൽ 50% ഗ്രോത്താണ്. ഇത് നമ്മളെപ്പോഴും മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. വിഷ്ണു അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ എങ്ങും ഇരിക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, ഓട്ടമാണ്, പക്ഷെ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട്. എന്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്? അല്ല, അത് ഞാൻ ഫോൺ എടുക്കാത്തതുകൊണ്ട്, സ്ഥിരം ഫോൺ എടുക്കാത്തതുകൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് സ്വതവേ ഒരു ചീത്തപ്പേരുണ്ട്, ഞാൻ ഫോൺ എടുക്കില്ല എന്ന്. അത് തിരക്കായതുകൊണ്ടല്ല. നമ്മളൊരു മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് ഫോൺ എടുത്ത് ഞാൻ മീറ്റിംഗ് ഡിസ്റ്റർബ്ഡ് ആവും. സോ കഴിയുന്നത് ഞാൻ എൻ്റെ ഓഫീസ് ടൈമിലോ അല്ലെങ്കിൽ സീരിയസ് ഡിസ്കഷൻസിലോ ഫോൺ എടുക്കില്ല. ദാറ്റ് ഡസൻറ്റ് മീൻ ഞാൻ ബിസിയാന്നല്ല. ഞാൻ ഒരാളോട് സംസാരിക്കുമ്പം അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണത്. കാരണം ഞാൻ ഫുള്ളി അവരെ കേൾക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ 10 തവണ ഞാൻ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ അവരെന്താ പറയുക, അവർക്കൊരു ഡിസ്കംഫർട്ട്, എനിക്കാണ് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. സോ കഴിയുന്നതും ഞാൻ എൻ്റെ ഒരു മീറ്റിങ്സ് ഞാൻ ഫോൺ എടുക്കാറില്ല, അല്ലാതെ ബിസി ആയതുകൊണ്ടല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാം ഡാറ്റ ഡ്രിവൺ ആണ്. എവ്രിതിങ് ഞാൻ പറഞ്ഞ ഒക്കെ ഡാഷ്ബോർഡ്. എനിക്ക് ഡാഷ്ബോർഡ് ഭയങ്കര ക്രേസാണ്. എനിക്ക് കുറേ കളറിൽ വരണം. ഇപ്പം എൻ്റെ പുതിയ സ്റ്റാഫുകൾ എനിക്ക് വരച്ചു കൊണ്ടുവരും. കുറേ കളറുണ്ട്, ചോപ്പ്, പച്ച, ചോപ്പ്, മഞ്ഞ, പച്ച. പച്ച എന്ന് പറഞ്ഞാൽ ഓക്കെ, നോക്കണ്ടെന്ന്. മഞ്ഞ എന്ന് പറഞ്ഞാൽ ഇവൻ ചോപ്പിലേക്ക് പോകാനും സാധ്യതയുണ്ട്, പച്ചയിലേക്ക് വരാനും സാധ്യതയുണ്ട്. സോ അവരെ ഞാൻ റാൻഡംലി വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യും. ചോപ്പ് വിളിക്കുന്നവരൊക്കെ മാറ്റി അവസാനം വെക്കും. ഒറ്റ റൗണ്ടിൽ കോൺഫറൻസ് കോൾ ഇട്ടിട്ട് ഒറ്റ ചീത്ത വിളിച്ചോളും, കാരണം നമ്മളെ മൂഡ് പോവല്ലോ. പക്ഷേ ആ ചോപ്പിലുള്ളവരെ പച്ചയിലാക്കലാണ് നമ്മുടെ പണി. അതിന് ഈ ഡാറ്റ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ മാസാവസാനം മീറ്റിങ്ങിന് വരുമ്പോൾ മാത്രം, അതല്ല, ഡെയിലി മോണിറ്റർ ചെയ്ത് നമ്മുടെ ഓഫീസ് ടീമുകൾ കൊണ്ടുവരും. സർ, ഇത്ര ആൾക്കാർ സെയിൽസിൽ പെർഫോമൻസിൽ വീക്കാണ്. കുറേ ആൾക്കാരെ നമ്മൾ പറയും, പിന്നെ ഒരിക്കലും നന്നാവില്ല എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ റീപ്ലേസ് ചെയ്യും. സോ റൈറ്റ് ടൈമിൽ നമ്മൾ റീപ്ലേസ് ചെയ്യണം. ആ റീപ്ലേസ്മെന്റ് പല ആൾക്കാർക്കും ധൈര്യമില്ലാത്തത്, ഒരാൾ പോയാൽ അടുത്ത ആളെ കിട്ടുമോ, അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മൾ നന്നാവില്ല. മാറ്റേണ്ട ആൾ ഇമ്മീഡിയറ്റ്ലി മാറ്റണം. ഇപ്പം റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ട് ഒരാൾ 10 വർഷം, ജില്ല ഒന്നും പറയുന്നില്ല, 10 വർഷം എൻ്റെ കൂടെ നിന്ന ഒരാൾ, എപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാലും എൻ്റെ കൂടെ വന്ന് സംസാരിച്ചു, എൻ്റെ അത്രയും ക്ലോസ് ആയിട്ട് ഒരാൾ. പക്ഷെ എൻ്റെ ഓഫീസ് ടീം വന്ന് പറഞ്ഞു, സർ എവ്രി ഇയർ ഇൻക്രിമെന്റ് പോകുന്നുണ്ട്, എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്, പക്ഷെ കഴിഞ്ഞ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് ഇല്ല, എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ സാർ, ഒന്നും പറയണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. അവനെ വിളിച്ചു, വിൽ ഗിവ് യു 3 months, 3 മാസം കൊണ്ട് സെയിൽസ് ഗ്രോത്ത് വന്നില്ലെങ്കിൽ യു ക്യാൻ ഫൈൻഡ് അനദർ ജോബ്. റിമൂവ് ചെയ്തു സിസ്റ്റത്തിൽ നിന്ന്. ആ തീരുമാനം എടുക്കണമെങ്കിൽ നമുക്ക് നല്ല ടീം വേണം, അതിന് നല്ല ഡാറ്റ നമ്മളെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ ഈ ഡാറ്റ വെച്ചിട്ട് തന്നെ അവരോട് സംസാരിച്ചത്, ശ്രീ മിസ്റ്റർ സോ ആൻഡ് സോ ആള് കഴിഞ്ഞ 3 വർഷമായിട്ടൊരു ഗ്രോത്തും ഇല്ല, പക്ഷെ നിങ്ങളുടെ പാക്കേജിലും കാര്യങ്ങളിലും ഗ്രോത്ത് ഉണ്ട്, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞാൻ പേപ്പർ ഇട്ടോളാം. ഓക്കെ, ഗോ ഹെഡ്. അത് പറയണമെങ്കിൽ നമ്മളതിൽ സ്ട്രോങ് ഡാറ്റ വേണം. ആ ഡാറ്റ ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് വിപുലീകരണത്തിലും ഇത് തന്നെയാണോ? ഇപ്പോൾ പായസം മിക്സ് ഉണ്ട്, നല്ലെണ്ണയിൽ നിന്ന് പായസം മിക്സ് ഉണ്ട്, ഈ സേമിയ ഇതുണ്ട്, ഇതേപോലെയുള്ള പ്രോഡക്റ്റ് ഇറക്കുമ്പോഴും ഇതേ ഡാറ്റ ഡ്രിവൺ ആണോ, എങ്ങനെയാണ്? ഞാൻ ഒരുപാട് നാഷണലി ഇന്റർനാഷണലും 100% ട്രേഡ് ഫെയർസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പല സ്ഥലത്ത് പോകുമ്പോൾ പല സാധനങ്ങളും കാണുമ്പോൾ നമ്മൾ പലതും ഇറക്കാനുള്ള തീരുമാനം വരും. പക്ഷേ ഞങ്ങളൊരു ഫാമിലി റൺ ബിസിനസ്, ആസ് യു നോ.
ഞാനൊരു ട്രിവാൻഡ്രം വരെ പോയി വന്നു കഴിഞ്ഞാൽ എൻ്റെ കാറ് നിറയെ എനിക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അത്രയും സാമ്പിൾസ് ആയിരിക്കും. ഓരോ ജില്ലയിലുള്ള സാമ്പിൾസ് സാറ് പ്രൈവറ്റ് ലേബിളിങ് ചെയ്തിട്ട് അതാണ്. പക്ഷെ ഇതെല്ലാം ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അമ്മയാണ് സാമ്പിളിങ്. അമ്മ എന്താണ് ഗോ ഹെഡ് എന്ന് പറയുന്നത് അതേ എടുക്കുള്ളൂ. അതിന് വേറെ ഒന്നുമില്ല. ഒരു ഫാമിലി ടച്ചാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഗീ ഇറക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളൊരു പുതിയ പ്രൊഡക്റ്റിലേക്ക് വരുമ്പം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് വൺസ് അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഓൺ മാനുഫാക്ചർ. പക്ഷേ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ പോലും 100% ആ പ്ലാന്റ് നമ്മളെ കൺട്രോളിൽ നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ കഴിഞ്ഞ 4 വർഷമായിട്ട് സർബത്ത് ചെയ്യുന്നുണ്ട്. ആ സർബത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പ്ലാന്റ് നമ്മൾ ടേക്ക് ഓവർ ചെയ്ത് നമ്മളെ പ്രൊഡക്ഷൻ ടീമും ക്യൂസി നിന്നതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ നമ്മളെ ഓൺ യൂണിറ്റ് അടുത്ത മാസം നമ്മൾ സെറ്റ് ചെയ്യും. പക്ഷെ ഏത് പ്രൊഡക്റ്റ് ഇറക്കുമ്പം അമ്മ അപ്രൂവൽ വന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇറക്കുള്ളൂ. അത് ചിലപ്പം നന്നാവാം, ചിലപ്പം നന്നാവാതിരിക്കാം. പക്ഷെ ഇറക്കിയതൊന്നും നമ്മൾ മോശമാക്കിയിട്ടില്ല. ദൈവം സഹായിച്ചിട്ട് ടച്ച് വുഡ്. അത് നമ്മളെ പാരൻസിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ എന്നെ പല ആൾക്കാർ കാണുമ്പോൾ പറയും വിഷ്ണു വന്നതിന് ശേഷം RG നെക്സ്റ്റ് ലെവലിലേക്ക് വന്നു. പക്ഷേ എനിക്ക് ഒരിക്കലും ഒന്നാമനാവണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എനിക്ക് എന്നും എൻ്റെ ജീവിതത്തിൽ മൂന്നാമനായി നിൽക്കാൻ ഇഷ്ടം. എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ് മൂന്നാമനായി നിൽക്കാൻ ഇഷ്ടം. എന്ന് ഞാനത് ഒന്നാമനാവണോ രണ്ടാമനാവണോ എന്ന് വിചാരിച്ചാൽ അന്ന് ഈ ഒരു ഐക്യം പോകും. പല ഫാമിലി റൺ ബിസിനസ്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം അവർ ആ ബേസ് ഉണ്ടാക്കിയത് കൊണ്ടാണ്. അല്ലെങ്കിലും ഉണ്ടാക്കാമെങ്കിലും എനിക്ക് ഇപ്പം ഈ പ്രൗഡോടെ ഈ ഒരു RG എന്ന് പറഞ്ഞ് എനിക്ക് പറയുന്നത് അവരുണ്ടാക്കിയ ഹാർഡ് വർക്കിന്റെ മുകളിൽ അത് ഞാൻ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുവന്നുള്ളൂ. ഞാൻ കുറച്ച് പ്രൊഫഷണലിസം കൊണ്ടുവന്നു, കുറച്ച് സ്റ്റാർഡം കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. പക്ഷെ ആ ബേസ് അവരാണ്. അതുകൊണ്ട് ഏത് പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും R&D ഡിവിഷൻ അമ്മയാണ്. അമ്മ ടേസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, ഗീ ഇറക്കാൻ നോക്കിയിട്ട് ഞാൻ ഇന്ത്യയിലുള്ള എല്ലാ ബ്രാൻഡ്സും സാമ്പിൾസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നോ വേണ്ട, എല്ലാം റിജക്റ്റ് ചെയ്യും. അപ്പം നമ്മളൊരു വിത്തിൻ അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഗീ വരും. എനിക്ക് ഏറ്റവും ഇറക്കാൻ ആഗ്രഹമുള്ള ഒരു ഐറ്റം ഐസ്ക്രീമാണ്. ഓക്കെ, ഐസ്ക്രീം ഇറക്കണം എന്നാണ് എനിക്ക്. അതെ, കാരണം ഞാൻ എൻ്റെ മോളെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അവർക്ക് ഡോക്ടറെ അടുത്ത് സുഖമില്ലാത്തതുകൊണ്ട് ഡോക്ടറെ അടുത്ത് പോയതാ. മോള് പറഞ്ഞത് അച്ഛൻ ഈ പായസം മിക്സും പുളി സാധനങ്ങളൊക്കെ ഇറക്കിക്കോ, ഐസ്ക്രീം ഞാൻ ഇറക്കുള്ളൂ. ഇന്ത്യയിലുള്ള എല്ലാ ഫാക്ടറീസിന്റെയും വീഡിയോസ് കണ്ടു. എന്നോട് പറഞ്ഞു നാച്ചുറൽസ് ഇറക്കുന്ന രീതികളൊക്കെ. ഞാൻ ഭയങ്കര ഷോക്കായി പോയി. കാരണം 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. നാച്ചുറൽസ് എങ്ങനെയാണ് ഇറക്കുന്നത്. സോ ഐസ്ക്രീം ഞാൻ ഇറക്കുള്ളൂ, അച്ഛൻ ഇറക്കരുതെന്ന്. സോ കുറച്ച് സമയം ടൈമുണ്ട്. പക്ഷെ എല്ലാം ഹെൽത്തി കോമ്പറ്റീഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇപ്പം എൻ്റെ എല്ലാ കോമ്പറ്റീറ്റേഴ്സായിട്ടും ഞാൻ നല്ല വ്യക്തിബന്ധ. കാരണം ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ. ഞാൻ എൻ്റെ സെയിൽസ് ടീമിനോട് എപ്പോഴും പറയാറുള്ളത്, ഒരിക്കലും നമ്മളെ കോമ്പറ്റീറ്ററെ കുറ്റം പറയരുത്. എൻ്റെ മാതിരി ഒരു കുടുംബം അവർക്കും ഉണ്ട്. എൻ്റെ സ്ഥാപനത്തിലുള്ള മാതിരി 100 കണക്കിന് സ്റ്റാഫ് അവിടെയുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മളെ കോമ്പറ്റീറ്ററെ നമ്മൾ കുറ്റം പറയരുത്. എനിക്ക് സ്വാക്കിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഫൈറ്റ് നടക്കുന്ന ഒരു മേഖലയാണ് സൂപ്പർ മാർക്കറ്റ്. ഒരു സൂപ്പർ മാർക്കറ്റുള്ള ആളും 2 സൂപ്പർ മാർക്കറ്റുള്ള 10 20 സൂപ്പർ മാർക്കറ്റുള്ള ആൾക്കാരും ഒരേ രീതിയിലാണ് ഇവർ നടക്കുന്നത്. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണത്. കാരണം എല്ലാവർക്കും ജീവിക്കണം. എല്ലാവർക്കും നമ്മൾ ഫ്രം ഹാർട്ട് നമ്മൾ ഇപ്പൊ സ്വാക്കുള്ള ആൾക്കാർ വളരെ, ഞാൻ എന്റെ സാധനം നിങ്ങളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വിൽക്കണം വെച്ചാൽ ഞാൻ ബട്ടർ ചെയ്യല്ല. ബട്ട് സീരിയസ്ലി പറയാം, ഞാൻ സ്വാക്കിന്റെ തുടങ്ങി അന്ന് തൊട്ടിട്ട് എല്ലാ പരിപാടിക്കും ഞാൻ കൂടുള്ള ആളാണ്. സ്വാക്കിന്റെ ഈ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ഇതാണ് നിങ്ങളുടെ സ്ട്രെങ്ത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും നമുക്ക് അന്തസ്സായിട്ട് നിൽക്കാം, ആരും പേടിക്കണ്ട. മുസ്തഫ, ഒരു സൂപ്പർ മാർക്കറ്റ് ഉള്ള ആൾക്ക് കടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാറില്ല. പക്ഷെ 21 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. മുസ്തഫ ഇവിടെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. എങ്ങനെയാണ്, എന്ത് ടെക്നോളജിയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജിയെ ഉപയോഗിക്കുന്നത്? വിഷ്ണു ഒരു ചുവപ്പ് പച്ച മഞ്ഞ, അത് യൂണിവേഴ്സലാന്ന് തോന്നുന്നു അല്ലേ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ? അതിങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ ടീം ഇങ്ങനെ നോക്കുന്നുണ്ട്, ചുവപ്പ് കത്തിക്കഴിഞ്ഞാൽ പണിയാണെന്നുള്ളത്. അതിങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയാ, ചുവപ്പ് റിപ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അവർ നോക്കുന്നുണ്ട് മഞ്ഞ ചുവപ്പ് പച്ച. അപ്പോൾ ചുവപ്പിൽ മാത്രമേ കൂടുതൽ ശ്രദ്ധിക്കണ്ടു, മഞ്ഞ നോക്കൂ, പച്ച വിട്ടേക്കുവാന്നല്ലേ. ഓക്കെ, ഇത് തന്നെയാണ് നമ്മളെ രീതി. എന്താ പറയുക, നമുക്കിരുന്ന റിപ്പോർട്ടുകളിൽ, മന്ത്ലി വരുന്ന റിപ്പോർട്ടുകളിൽ ആ ചുവപ്പ് കത്തുന്ന കുറച്ചുകൂടി മന്ത്ലി റിപ്പോർട്ട് വരും. അനലൈസിങ് മന്ത്ലിയാണ് നടക്കുന്നത്. ഡെയിലി ബേസിൽ എപ്പോഴും സെയിൽസും കാര്യങ്ങളിലും നമുക്ക് നോക്കും. പിന്നെ ബാക്ക് എൻഡിൽ ടാലി സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്, അക്കൗണ്ട്സ് കാര്യങ്ങൾ. അതുപോലെ ഫ്രണ്ട് എൻഡിൽ സെനോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്, അത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്.
അതിലുപരി ഇൻവെൻട്രി ആണ് കൃത്യമായിട്ട് ഇതിൽ ഏറ്റവും വലിയ ഘടകം. നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ ഇൻവെൻട്രി മാനേജ്മെന്റ് ആണ്. മാക്സിമം സ്റ്റോക്ക് ടേൺ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, സ്റ്റോക്ക് റൊട്ടേഷൻ ഏറ്റവും കൂട്ടുക എന്നുള്ളതാണ് നമ്മളിത്. ഇൻവെൻട്രി ടേൺ ഓവർ കൂട്ടിക്കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക, കൂടുതൽ ഇൻവെൻട്രി വെക്കാതിരിക്കുക. അതിന് ബാക്ക് എൻഡ് ഡാറ്റകളും മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമർ ലോയൽറ്റിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ നമ്മളത് ചെയ്യുന്നത്. കസ്റ്റമർ ലോയൽറ്റി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഡാറ്റ അനലിസിങ്ങിൽ ഒരു പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ട്, മിഡിൽ ക്ലാസ് ആൾക്കാരുണ്ട്. അങ്ങനെ അവരുടെ ബൈങ് പാറ്റേൺ അനുസരിച്ച് അവരെ നമ്മൾ ക്രമീകരിച്ചിട്ട് അവർക്ക് കസ്റ്റമൈസ്ഡ് മെസ്സേജുകൾ പോകും കൃത്യമായിട്ട്. മോസ്റ്റ് ഓഫ് വാട്സപ്പാണ്. അതിൽ ഉപരിയായിട്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്ന രീതികളിലേക്കുള്ള ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പോസ്റ്റുകൾ ഷെയർ ചെയ്യുക, ഓഫർ പോസ്റ്റുകൾ ഷെയർ ചെയ്യുക, ഒരു സ്പെഷ്യൽ ഏരിയ മാത്രം ചെയ്തുകൊണ്ട് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ കസ്റ്റമറൊക്കെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുക. ഈ രീതിയിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇപ്പം എല്ലാം. മുമ്പത്തെ പോലെ മാർക്കറ്റിംഗ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ഇപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടാണ് കാണുന്നത്. കുറച്ചും കൂടി പ്രൈസ് എഫക്റ്റീവ് ആണ്. അത്രത്തോളം പ്രൈസിംഗ് ഒന്നും കൂടുന്നില്ല പണ്ടത്തെ പോലെ. പണ്ട് നല്ല വലിയ മീഡിയകളാണ് ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മെയിൻലി ടെക്നോളജി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യത്തിൽ, അതുപോലെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസും, അതുപോലെ കസ്റ്റമർ ലോയൽറ്റി പ്രോഗ്രാം, ഇതുപോലെ കസ്റ്റമേഴ്സ് വാട്സപ്പ് മെസ്സേജുകൾ, പിന്നെ നോൺ ട്രാൻസാക്ഷൻ കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2-3 മാസം വന്നു കഴിഞ്ഞ് പിന്നെ 1 മാസം 2 മാസം വരെ കണ്ടിട്ടില്ലെങ്കിൽ ആ ഡാറ്റ എടുത്തിട്ട് നമ്മൾ അവരെ ടെലികോളിങ് ചെയ്യും. എന്താണ് സംഭവിച്ചത്? കാരണം മേ ബി ചിലപ്പോൾ നമ്മളെ ഒരു കാഷ്യർ ആയിട്ടുള്ള പ്രശ്നം കൊണ്ടാക്കി അവർ വരാത്തത്. അവർ കുറ്റം പറയുക ഡേമാർട്ടിനെയാണ്, ഡേമാർട്ടിൻ്റെ കൾച്ചർ ഇങ്ങനെയാണ്, ഡേമാർട്ടിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ഡേമാർട്ട് അങ്ങനെയാണ് പറയുക. പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് അടിച്ചു കൊടുത്തിട്ടായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് ഫോൺ ഉപയോഗിച്ചു, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. പക്ഷെ അവരെ നമ്മൾ ടെലികോൾ ചെയ്യുന്നതോട് കൂടി അവരെ ബോണ്ട് കൂടുക ചെയ്യുന്നത് നമ്മൾ ഇങ്ങോട്ട്. അപ്പോൾ എങ്ങനെയാലും ഒരു മന്ത്ലി നമ്മൾ ആ ഒരു കസ്റ്റമർ ഡാറ്റ എടുത്തിട്ട് അവരെ ടെലികോൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതും നമുക്ക് നന്നായിട്ട് എന്താ പറയുക ഇതിൽ എഫക്റ്റ് ആവുന്നുണ്ട്. നമ്മളെ ലോയൽ കസ്റ്റമറെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഫക്റ്റ് ആവുന്നുണ്ട്. സമീം, ചക്ക, മാങ്ങ, തേങ്ങ പോലെയുള്ള പുതിയ പ്രോഡക്റ്റ് ഒക്കെ വരാൻ പോവാണല്ലോ. ഈ പ്രോഡക്റ്റിൻ്റെ ഈ ഒരുക്കൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിസൈനിങ്, അല്ലെങ്കിൽ എന്ത് ഐസ്ക്രീമാണ് ആൾക്കാർ ഇപ്പോൾ സ്വീകരിക്കുക, അതിനകത്തൊക്കെ നിങ്ങൾ എന്തെങ്കിലും ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടോ? ഈ മനുഷ്യൻ്റെ താല്പര്യങ്ങൾ അറിയാൻ, അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ കിവിയിലോട്ട് കൊണ്ടുവരാനായിട്ട്, ഒപ്പം തന്നെ കിവിയുടെ പ്രവർത്തനങ്ങൾ സ്ട്രീം ലൈൻ ചെയ്യാനായിട്ട് എന്തെല്ലാം ടെക്നോളജീസാണ് യൂസ് ചെയ്യുന്നത്? കിവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു നിശ്ചിത ഇൻ്റർവെൽസിൽ മാർക്കറ്റിനെ ഫ്ലറിഷ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ട്രെൻഡ് സെറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് പുട്ട് ഐസ്ക്രീം. പുട്ട് ഐസ്ക്രീം എന്ന് പറയുന്നത് നമുക്ക് റീറ്റെയിൽ സെഗ്മെൻറ്റിൽ, എന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും തൊട്ടടുത്തുള്ള റീറ്റെയിൽ പോയിന്റിൽ അവൈലബിൾ അല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് പാർലറിൽ പോകണം, പാർലറിൽ പോയിട്ട് അവിടെ നിന്ന് മാത്രമേ നമുക്കത് കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്തത് പുട്ട് ഐസ്ക്രീം കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്ത് തൊട്ടടുത്തുള്ള റീറ്റെയിൽ പോയിന്റിലേക്ക് ഇത് എത്തിക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളൊരു അടുത്തൊരു ട്രെൻഡ് സെറ്റ് ചെയ്തത് ഡ്രീം കേക്കിൻ്റെ ഐസ്ക്രീം വേർഷൻ നമ്മളാണ് ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം അടുത്ത് നമ്മൾ ഓണം വരാൻ വേണ്ടി പോകുന്നു. ഓണം എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പം ആ ഒരു സമയത്തെ ആ ഒരു ആഘോഷത്തിന് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് നേരത്തെ പറഞ്ഞ പോലെ ചക്ക, മാങ്ങ, തേങ്ങ, ദാറ്റ് മീൻസ് ജാക്ക് ഫ്രൂട്ട്, മാംഗോ ആൻഡ് ടെൻഡർ കോക്കനട്ട്, ഈ 3 ഫ്ലേവേഴ്സിൻ്റെ ഒറിജിനൽ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടുള്ള ഐസ്ക്രീം നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. അത് കസ്റ്റമർക്ക് ബൈ ചെയ്യാൻ ഒരു ത്വര ഉണ്ടാക്കണം. സ്വാഭാവികമായിട്ടും ആ രീതിയിൽ അതിൻ്റെ ഒരു വിസിബിലിറ്റി സൈഡ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈവൻ അതിൻ്റെ പ്രൈസിങ് ലെവലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഓഫർ സെഗ്മെന്റ്, എൻ കസ്റ്റമർക്ക് ഒരു ഓഫർ പോകുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ചെയ്യുന്നത് മാർക്കറ്റ് സ്റ്റഡി നടത്തി അതിന്റെ ഡാറ്റ എടുത്തിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ ആണോ? അല്ല, ഒരിക്കലും അല്ല. അതിന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടെക്നോളജി ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മളിപ്പോൾ റീസെൻ്റ്ലി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റാഫിനെ വളരെ കൃത്യമായിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റണം. എന്നുവെച്ചാൽ ആര് പണിയെടുക്കുന്നു, ആര് പണിയെടുക്കുന്നില്ല. എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 20-80 ആ ഒരു റേഷ്യോ ഉണ്ടല്ലോ, അത് വളരെ കൃത്യമായിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പം നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഓരോ മാർക്കറ്റിംഗ് ഹെഡിനും ഇപ്പം സോൺ വൈസ് ആണ് നമ്മൾ മാർക്കറ്റിംഗ് തിരിച്ചിട്ടുള്ളത്. ഇവരെടുത്ത് നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് വാങ്ങിക്കും. കറൻ്റ്ലി നിങ്ങളുടെ മാർക്കറ്റിൽ ടെൻഡർ കോക്കനട്ട് 1 ലിറ്റർ ടബ് എത്ര എണ്ണം വിൽക്കുന്നുണ്ട്, 500 ml എത്ര എണ്ണം വിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാംഗോ ആണെന്നുണ്ടെങ്കിലും ജാക്ക് ഫ്രൂട്ട് ആണെന്നുണ്ടെങ്കിലും ഇതിനെ നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്യും. ഇതിനെ കൺസോൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. എന്നുവെച്ചാൽ സീസണൽ ഫാക്ടേഴ്സ് വരും, ദെൻ നമ്മുടെ ഫെസ്റ്റിവൽ ഫാക്ടർ വരുന്നുണ്ട്, നമ്മുടെ കൊടുക്കുന്ന പ്രൈസിങ് വരുന്നുണ്ട്, ഇതിൻ്റെ വിസിബിലിറ്റീസ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്, ഇതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കും. ഈ ഫാക്ടേഴ്സ് എല്ലാം വെച്ചിട്ട് ദെൻ വി വിൽ ഗെറ്റ് ഒരു ഫിഗർ നമ്മൾ അതിനെ കൊണ്ടെത്തും. അത് ഓൾമോസ്റ്റ് അതിൻ്റെ 90-95% ഓൾമോസ്റ്റ് അത് അക്യുറേറ്റ് ആയിട്ടാണ് വരാറ് സോഫാർ ഇതുവരെ. അപ്പം ഇതിനൊക്കെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ടെക്നോളജീസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇപ്പം പുതുതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന റീറ്റെയിൽ സെഗ്മെൻറ്റിലുള്ള ആളുകൾ റിവാർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഇനീഷ്യൽ സംഭവം നമ്മൾ മീൻസ് ഡാറ്റ കളക്ഷൻ സൈഡ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ അടുത്തൊരു 2-3 മാസം നമ്മളിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കുറച്ച് ഡാറ്റാസാണ്. ഈ ഡാറ്റാസ് സ്പെസിഫിക്കലി വെച്ചിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ റീറ്റെയിലറിനെ നമ്മൾ റിവാർഡ് ചെയ്യും. അതിന് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ അളക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ അവർ റിവാർഡ് ചെയ്യും. അപ്പം ഇതെല്ലാം നമുക്ക് മാനുവലി ചെയ്യുന്നതിന് പകരം ഇത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്, അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഷഹബാസെ, പാറ്റ്സൺ ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പാണ്. അപ്പോൾ ഒരുപാട് ടെക്നോളജികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. റീറ്റെയിലുണ്ടാവും, മാനുഫാക്ചറിലുണ്ടാവും, സോഴ്സിങ്ങിലുണ്ടാവും. നിങ്ങളൊന്നാതെ ഒരുപാട് കൊമോഡിറ്റി പ്രോഡക്ട്സുകളൊക്കെ വാങ്ങുന്നുണ്ടാവും. എങ്ങനെയൊക്കെയാണ്, എന്തെല്ലാം ടെക്നോളജികളാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെക്നോളജികൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രസക്തി എന്താണ് ഇനിയത്തെ കാലത്ത്? ടെക്നോളജി പരിസൻസ് എല്ലാ വിഭാഗങ്ങളിലും യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ കുറേ നല്ല രീതിയിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. മാനുഫാക്ചറിങ്ങിൽ നമ്മൾ 80-85% നമ്മളെ പ്ലാന്റ്, നമുക്ക് 14 പ്ലാന്റ് ഉണ്ട്. അതിൽ ഓൾമോസ്റ്റ് ഒരു 10-11 പ്ലാന്റ് PLC കൺട്രോൾഡാണ്. PLC കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രെസിഷൻ പ്രോഗ്രാമബിൾ ലോജിക്കൽ കൺട്രോളർ. അപ്പോൾ അത് ഈ ഫുള്ളി ഓട്ടോമേറ്റഡ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റേറ്റീവായിട്ട് പ്രോഡക്ട്സ് ഔട്ട്പുട്ട് കിട്ടും കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട്. അതിൽ ലേബറും കുറവാണ്. പിന്നെ ഈ ഡാറ്റ അനാലിസിസ്, അപ്പോൾ ഈ റോ മെറ്റീരിയൽ അറൈവൽസിൽ നമ്മൾ ഡാറ്റ എടുത്തു വെച്ചിട്ട് നമ്മളെല്ലാ കൊല്ലം ഡാറ്റ അനലൈസ് ചെയ്യും. കാരണം ഇതെല്ലാം സീസണൽ പ്രോഡക്ട്സാണ്. അപ്പോൾ സീസണൽ വേരിയേഷൻ പഠിക്കാനും ഈ ക്രോപ്പ് എങ്ങനെയാണ് വരുന്നത്, ഉദാഹരണത്തിന് വീറ്റിലാണെങ്കിലും എഡിബിൾ ഓയിൽസിലാണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ഡാറ്റ എടുത്തു വെച്ചിട്ട് കൊല്ലം അനലൈസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മളെടുത്തുണ്ട്. പിന്നെ ഈ മാർക്കറ്റിംഗ് ടീം, സെയിൽസ് ടീമിൽ നമ്മൾ സെയിൽസ് ഫോഴ്സ് ആപ്പ് ഉണ്ട് നമ്മളടുത്ത്. അതുകൊണ്ടുള്ള ഗുണം നമുക്ക് എത്ര ഷോപ്പിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് നമ്മളെ ഈ സെയിൽസ് നടക്കുന്നത്, ഏതൊക്കെ റൂട്ടുകളിലാണ് നടക്കുന്നത്, അത് എൻ്റെ ജ്യേഷ്ഠൻ ഇജാസ്കയാണ് അതെല്ലാം നോക്കുന്നത്. അപ്പം അദ്ദേഹം ഇന്നലെ പറയായിരുന്നു അടുത്ത സ്റ്റെപ്പ് നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റിലുള്ള സ്റ്റോക്ക് അതെങ്ങനെ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യുക, അതിനുള്ള ഒരു സോഫ്റ്റ്വെയറിലേക്കും അദ്ദേഹം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇങ്ങനെ പിന്നെ ജനറലി നമ്മൾ ഈ അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും, നമ്മൾ ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് കോസ്റ്റിംഗ് നോക്കുന്ന സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്യുന്നത്. ഇപ്പോൾ റോ മെറ്റീരിയൽസ് കംപ്ലീറ്റ് വരുമ്പോൾ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് ലേബറിൻ്റെ കോസ്റ്റ് കംപ്ലീറ്റ്, അപ്പം ഇൻസ്റ്റൻറ്റേനിയസ്ലി നമുക്ക് നമ്മളെ കോസ്റ്റിംഗ് അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഈ ഓരോന്നിനും ഇപ്പോൾ വില കൂടുന്നത് വില കുറയുന്നത് എവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്, അതിങ്ങനെ വീക്ക്ലി റിപ്പോർട്ട് എടുത്തിട്ട് ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്. ഇത്രയും നേരം സംസാരിച്ചത് ഞാൻ ഇനി ചുരുക്കിയ വാക്കുകളിൽ പറയുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 10 ടിപ്പെങ്കിലും കിട്ടുന്ന ഭാഗത്തിൽ ഓരോരുത്തരും പറഞ്ഞതിൽ ഒരുപാട് ടിപ്സ് ഉണ്ട്. ഇനി ഞാനത് ചുരുക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവരോട് ചോദിക്കാം. ശരി.
ഈ പാനൽ ഡിസ്കഷൻ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല. അത്രയും അധികം ബ്രാൻഡിങ്ങിലും പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റിയിലും ഒക്കെ മാർക്കറ്റിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന അതിന്റെ ഓണ്ടർപ്രണേഴ്സ് ആണ് നമ്മുടെ കൂടെ ഈ സ്റ്റേജിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാലും ഈ ഒരു പാനൽ ഡിസ്കഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ക്രൗഡിൽ നിന്നും അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊരു ഉത്തരം നൽകുക. അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ ഒരു ചെറിയ സമയം നമ്മൾ അതിനു വേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. മാഡം, നമ്മൾ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്, പ്ലീസ്. ഹേയ് സാർ, എൻ്റെ പേര് അബൂബക്കർ എന്നാണ്. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന 14ാമത്തെ വയസ്സിലാണ്. എൻ്റെ ഒരു ഡൗട്ട്, ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരു എന്താ പറയുക, ഒരു ഹൈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ബ്രാൻഡ്, അതായത് ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പ് ബ്രാൻഡ് ഇപ്പോൾ കേരളത്തിലുണ്ട്. ഈ ഒരു സ്റ്റാർട്ടപ്പ് ബ്രാൻഡ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു 10,000 ഇൻവെസ്റ്റ്മെൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് വലുതായിട്ട് ആഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെറിയ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെയാണ് നമ്മളെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക, എങ്ങനെയാണ് ആൾക്കാരിലേക്ക് നമ്മളെ പീപ്പിൾസിലേക്ക് സാധനം എത്തിക്കുക എന്നതാണ് എൻ്റെ ഡൗട്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഡൗട്ടാണ്, ഇപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ടീം കോഫിയാണ്. എൻ്റെ പ്രൊഡക്ട്സ് എല്ലാം ഓർഗാനിക്കാണ്. എൻ്റെ പ്രൊഡക്റ്റും കൊണ്ട് ഞാൻ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ആദ്യം കടക്കാർ പറയുന്നത് ഇവിടെ AVT ഉണ്ട്, ഇവിടെ നിങ്ങളെ പ്രൊഡക്ട്സ് വേണ്ട, ഇവിടെ ഈസ്റ്റേൺ ഉണ്ട്, ഇവിടെ നിങ്ങളെ പ്രൊഡക്ട്സ് ഓടൂല. ഇങ്ങനെയാണ് മാർക്കറ്റിൽ ചെല്ലുമ്പോഴേ പറയുന്നത്. ഇങ്ങനെ പറയുന്നിടത്ത് ഞങ്ങൾ എങ്ങനെയാണ് റിപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ട്സ് അവിടെ പ്ലേസ് ചെയ്യേണ്ടതാണ് എൻ്റെ ഡൗട്ട്. ഇതിനൊരു ആൻസർ ഞാൻ കുറേ പേരെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ആരും തന്നിട്ടില്ല. ഇവിടെ നിന്നൊരു ആൻസർ ഞാൻ പ്രതീക്ഷിക്കുന്നു. വിഷ്ണു മറുപടി തരാൻ പോകുന്നുണ്ട്, എന്തായാലും മറുപടി കിട്ടുമായിരിക്കും. ഞാൻ 2008 ഫേസ് ചെയ്ത അതേ പ്രശ്നമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വർഷങ്ങളായിട്ട് ബിസിനസ്സിലുള്ളതാണെങ്കിലും റീറ്റെയിൽ സെഗ്മെന്റിലേക്ക് ഞാൻ വന്ന സമയത്ത് ഇതേ പ്രശ്നമായിരുന്നു. ഞാൻ കേരളം മുഴുവനും 2 മാസം യാത്ര ചെയ്തിട്ട് എനിക്ക് ഒരു പീസ് എണ്ണ വിൽക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഒരു പീസ് എണ്ണ ഓൾ കേരള ഞാൻ ട്രാവൽ ചെയ്ത് വിൽക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളെ പ്രൊഡക്റ്റ് ഇപ്പോൾ കോഫി എന്ന് പറഞ്ഞു, നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ ഇതന്നെ പറയും, മറ്റുള്ള ബ്രാൻഡുകളുടെ പേര് മാത്രമേ പറയുള്ളൂ. അതൊന്നും നിങ്ങളെ തളർത്തരുത്. ഡു സാമ്പിളിങ്. നിങ്ങൾ പോവുക, നിങ്ങൾക്ക് എന്തെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ പായസം മിക്സ് ലോഞ്ച് ചെയ്തു. ഞങ്ങളിവിടെ കൗണ്ടറിൽ പായസം സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പായസം കുടിച്ചോ? ആർജിയുടെ പായസം കുടിച്ചോ? കുടിച്ചു. ഇഷ്ടായോ? അടിപൊളിയായിട്ടുണ്ട്. ഇനി വാങ്ങുമോ? ആർജിയുടെ പായസം മിക്സ് മേടിക്കോ? മേടിക്കും. ഇതേ പണി ചെയ്താൽ മതി. നിങ്ങൾ എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റ് പോവാ, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗ്രീൻസിൽ പോവാ, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു സ്പേസ് തരും അവർ. ആ സ്പേസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പിളിങ് ചെയ്യാം, കസ്റ്റമറിന് സാമ്പിളിങ് ചെയ്യാം. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ കസ്റ്റമർ മേടിക്കും. സോ മാക്സിമം സാമ്പിളിങ് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ സാമ്പിളിങ് ചെയ്യാൻ ഓക്കെ. ഒരു കാപ്പിപ്പൊടിക്ക് എത്ര രൂപ ഉണ്ട്? എൻ്റെ കാപ്പിപ്പൊടി വരുമ്പോൾ ടീ ആണ് മെയിൻ മാർക്കറ്റിംഗ്. ടീ വരുമ്പോൾ 110 രൂപ. 110 രൂപ, 300 ഗ്രാംസ്. 300 ഗ്രാംസ്. ഒരു 100 പീസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യരുത്. നിങ്ങൾ ലോയൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ലോയൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സാമ്പിളിംഗ് ആണ് ചെയ്യേണ്ടത്. മാക്സിമം സാമ്പിളിംഗ് ചെയ്യുക, ഫീഡ്ബാക്സ് എടുക്കുക. ഞാനിപ്പം സ്നാക്സ് ഇറക്കിയിട്ടുണ്ട്. സ്നാക്സിൽ ഒരുപാട് ഇറേഴ്സ് ഉണ്ട്. അത് നമ്മൾ അടുത്തതിൽ നമ്മൾ റെക്ടിഫൈ ചെയ്യാണ്. ഇപ്പം നമ്മളെ സ്നാക്സ് നമ്മൾ 2 years ആണ് നമ്മൾ ഷെൽഫ് ലൈഫ് എക്സ്പോർട്ട് കൊടുക്കുന്നത്. 1.5 വർഷം to 2 വർഷം. പക്ഷേ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ 3 മാസം കൂടുതൽ കിട്ടില്ല. പക്ഷെ ഞാനിവിടെ ആദ്യം 1 year ഇട്ടു. പക്ഷെ ഇത് പല സ്ഥലങ്ങളിലും സാമ്പിളിംഗ് കൊടുത്ത് ഓരോ മാസം സാമ്പിളിംഗ് കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ ഡു സാമ്പിളിംഗ്. ലോയൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ വൈഡായിട്ട് കേരളം മുഴുവനും പോണ്ട. വീട് എവിടെയാണ്? എൻ്റെ സ്ഥലം കൊല്ലം. അപ്പം കൊല്ലത്താണ് മാർക്കറ്റ് ചെയ്യുന്നത്, ഇവിടെയാണോ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ ചെയ്യുന്നത് കൊല്ലം, തിരുവനന്തപുരമാണ്. കൊല്ലത്ത് ലാംസി സൂപ്പർ മാർക്കറ്റ് ഇല്ലേ? ഉണ്ട്. ലാംസി സൂപ്പർ മാർക്കറ്റിൽ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൗണ്ടർ ഇടാൻ പറ്റും. ചെറിയ നല്ല കോഫി നിങ്ങൾ തന്നെ ഇടും. കോഫി നിങ്ങൾ ഇടുമ്പോൾ കാരണം നിങ്ങളെ ബ്രാൻഡ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം. ഒരു കസ്റ്റമറിന് കോഫി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബ്രാൻഡ് നെയിം എന്താണ്? ഇടം. ഇത് നിങ്ങൾ മാക്സിമം എവിടെയൊക്കെ നിങ്ങളുടെ ബ്രാൻഡ് നെയിം പറയാൻ പറ്റും മാക്സിമം പറയാം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ റീജിയൻ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യിപ്പിക്കാം, ഷെയർ ചെയ്യിപ്പിക്കാം. നിങ്ങളെ ഫ്രണ്ട് സർക്കിൾ, ഫാമിലി സർക്കിളിനെ കൊണ്ട് എല്ലാം സ്റ്റാറ്റസ് നിങ്ങളെ ബ്രാൻഡിന്റെ പേരുകൾ ഇടിപ്പിക്കാം. ഗിവ് അവേസ് കൊടുക്കാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും, കാരണം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ കയറിയിട്ട് നിങ്ങൾ ഗിവ് അവേസ് കൊടുക്കുക, ഫീഡ്ബാക്സ് എടുക്കുക, ചെറിയ ചെറിയ വീഡിയോസ് എടുക്കുക. സോ ഇതിലൊറ്റ വഴിയുള്ളൂ, ഡു സാമ്പിളിങ്. പക്ഷെ ആ സാമ്പിളിങ് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം.
ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പ് സെലക്ട് ചെയ്യും. നിങ്ങളൊരു കൊല്ലത്ത് ഒരു 5 or 6 സൂപ്പർ മാർക്കറ്റ് സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ചെറിയ കടകൾ. ഇനി സൂപ്പർ മാർക്കറ്റ് പോകണ്ടോ, നിങ്ങൾ ചെറിയൊരു ഗ്രോസറി ഷോപ്പ് സെലക്ട് ചെയ്യും, അവിടെ ഇരുന്ന് ചെയ്യും. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഉറപ്പായിട്ടും. താങ്ക് യു. രാഹുൽ, IIM രാഹുൽ ഉണ്ട്. അതെ. അല്ല, ഞാൻ നാടൻ രീതിയിലുള്ളതാണ് പറഞ്ഞത്. ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇതിന് IIM എക്സ്പീരിയൻസ് വേണേ പറഞ്ഞുതരും. രാഹുൽ, അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ ഒരു പാർട്ടുണ്ട്, എങ്ങനെയാണ് ചെലവ് കുറഞ്ഞ രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുക? പുള്ളിയുടെ കയ്യിൽ കാശ് അധികമില്ല, അപ്പൊ എങ്ങനെയാണ് ചെലവ് കുറഞ്ഞ രീതി, അല്ലേ? അതല്ലേ ഒരു ചോദ്യത്തിന്റെ ഒരു പാട്ട് അതായിരുന്നില്ലേ? അത് IIM അഹമ്മദാബാദിൽ നിന്ന് വന്ന ആളാണ്, വേണമെങ്കിൽ ചോദിച്ചോ. പൈസ വെച്ചിട്ട് ആർക്കും വിൽക്കാം, പൈസ ഇല്ലാതെ വിൽക്കുന്നില്ലല്ലേ കാര്യം. അപ്പോൾ തുടങ്ങുമ്പോൾ എല്ലാവരും പൈസ ഇല്ലാതെ തന്നെ തുടങ്ങുന്നത്. 100 വഴികളുണ്ട് വിൽക്കാൻ. നമുക്ക് സൊസൈറ്റിയിൽ പോയിട്ട് 100 വീട്ടിൽ കയറിയിട്ട് വിൽക്കാം. ഞാൻ കുറേ ഒരു 10,000-2000 കടകളിൽ വീടുകളിൽ കയറിയിട്ടുണ്ട്. ഒരു 17-18 വയസ്സായിരുന്നപ്പം. അപ്പം ഞാനും 10-12 വയസ്സിലൊക്കെ പല ബിസിനസ്സും തുടങ്ങിയതാണ്. അപ്പം നമുക്ക് പൈസ ഇല്ലാതെ 100 കാര്യങ്ങൾ ചെയ്യാം. ഈ പത്രത്തിൽ ഈ ഫണ്ട് റേസ് ചെയ്യുന്ന കുറേ കണ്ട് നമുക്ക് ഈ ഫോമോ പോലെ വരും. നമുക്കിത് കിട്ടിയില്ലെങ്കിൽ എന്താണ്, ഈ പൈസ കിട്ടാതെയും കച്ചവടം ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ. പൈസ കിട്ടാത്ത ചെയ്ത ആൾക്കാരാണ് കൂടുതൽ. എന്നാൽ പത്രത്തിൽ ഈ പൈസ വെച്ച് തരുന്നതുകൊണ്ടാണ്. സോ ഇപ്പം ഞങ്ങൾക്കൊരു ബ്രാൻഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ 16 വർഷം 15 വർഷം വേറെ കുറേ ബിസിനസ് ചെയ്ത് ഇൻക്രിമെൻ്റൽ ചെയ്ത് കുറച്ച് പൈസ ആക്കിയിട്ടാണ് ഇത് ചെയ്യാൻ പറ്റിയത്. തുടങ്ങിയതും നമ്മളും 1-2 ലക്ഷം രൂപ വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഐ എം ഷുവർ യു വിൽ ഫിഗർ ഔട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രി അറിയുള്ളൂ. വേണമെങ്കിൽ ഒരു ഫ്ലാസ്ക് ആയിട്ട് തന്നെ പോകും, എന്നിട്ട് പർച്ചേസ് മാനേജർ കാണുമ്പോൾ അപ്പം തന്നെ കൊടുക്ക്. പിന്നെ ഉണ്ടാക്കി അവർ കുടിക്കില്ലെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഞാൻ പറയാ. താങ്ക് യു സോ മച്ച്. മറ്റൊരു ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. 1-2 ചോദ്യങ്ങൾ കൂടി ചോദിക്കാൻ തോന്നുന്നു എനിക്ക്. ഏകദേശം ഒരു 5:40 തോന്നുന്നു സമയം, അല്ലേ? 5:40. ഓക്കെ. സോ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇത്രയും നല്ല ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇനി മറ്റൊരു അവസരത്തിൽ ഇനി അത് കിട്ടുകയുള്ളൂ. അപ്പം അതുവരെ നമുക്ക് സമയമുണ്ട്. ആ സമയം നല്ല ബ്രില്യൻ്റ് ആയി യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ചോദിച്ചാൽ മതിയായിരുന്നു എന്ന് ചോദിച്ചതും ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. സോ സംസാരിക്കൂ പ്ലീസ്. ഹായ് ഓൾ, എൻ്റെ പേര് മുഹമ്മദ് മിദ്ലാജ് കരൺ. ഹായ്, മൈ നെയിം ഇസ് മുഹമ്മദ് മിദ്ലാജ്. വേദിയിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഞാനിപ്പോൾ ഒരു ഓൺട്രപ്രണർ എന്നുള്ള നിലയിലൊന്നല്ല സംസാരിക്കുന്നത്. ഓൾറെഡി കറൻ്റ്ലി ഒരു സ്റ്റുഡൻ്റ് ആണ്. പക്ഷേ ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ എനിക്ക് എന്തെങ്കിലും ഒരു സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പോ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണം എന്നാണുള്ളത്. സോ മൈ ക്വസ്റ്റ്യൻ, നമ്മളെപ്പോഴും ഇപ്പോൾ നിങ്ങളുടെ ധനം മാഗസിൻ്റെ ആണെങ്കിലും അല്ലാതെ തന്നെ യൂട്യൂബിലും അല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ കോണ്ടന്റും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലെല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ എനി പ്രോഡക്റ്റ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു സ്പേസ് നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ അതിലെല്ലാവരും ഒരേപോലെ പറയുന്ന കാര്യമാണ്, കറൻ്റ് നിങ്ങൾ ആ മാർക്കറ്റ് ഒബ്സർവ് ചെയ്യൂ, അതിൽ എന്താണ് ഉള്ളത്, എന്താണ് അവിടെ ഉള്ളത്, അവിടെ ഇല്ലാത്തത് എന്താണ്. ആ സം ക്വസ്റ്റ്യൻ, ഷൂട്ട് ദ ക്വസ്റ്റ്യൻ, ആൻഡ് ആ ക്വസ്റ്റ്യന് നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് എന്താണ്, നമുക്ക് കിട്ടാത്ത ആൻസേഴ്സ് എന്താണ്. ഇത് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ ആൻഡ് നമുക്ക് അവിടെ വരുന്ന പൈസ കയ്യിലിപ്പോൾ ഒരു 100 രൂപ ലിക്വിഡായിട്ട് വരുന്ന കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് എന്നറിയണം. ആ അറിഞ്ഞുകൊണ്ട് പ്രൊഡക്റ്റ് നിങ്ങൾ ലോഞ്ച് ചെയ്യൂ. ആ അറിഞ്ഞ് അവരുടെ ആവശ്യത്തിനനുസരിച്ച് പ്രൊഡക്റ്റ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇത്രയും നല്ല ബിസിനസ് എംപയറുള്ള നിങ്ങൾ ഇത് ചോദ്യത്തിനൊന്ന് ആൻസർ ചെയ്യും. അതായത് എങ്ങനെ കസ്റ്റമറുടെ നീഡ് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറയുന്നത് നമ്മൾ ബിസിനസ് ചെയ്ത് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു പൊസിഷനിൽ നിന്നിട്ടല്ല, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരു ഓൺട്രപ്രണർ എന്നുള്ള നിലയിൽ നമ്മൾ എങ്ങനെ അറിയും നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടത് എന്താണ്, കസ്റ്റമറുടെ നീഡ് എന്താണ്, കറന്റ് മാർക്കറ്റ് എന്താ, അതെ എന്താണ് മാർക്കറ്റിൽ ഇപ്പം വേണ്ടത്, അതെങ്ങനെ അറിയാൻ പറ്റും ആസ് എ നമ്മൾ ബിൽഡിംഗ് ഒരു ബഡിങ് സ്റ്റേജിൽ. ദാറ്റ്സ് ഓൾ മൈ ക്വസ്റ്റ്യൻ. മാർക്കറ്റിനെ എങ്ങനെ അറിയാൻ സാധിക്കും, മാർക്കറ്റിൻ്റെ നീഡ് എന്താണ് ഇപ്പോൾ മാർക്കറ്റിൽ വേണ്ടത് എന്ന് എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് എൻ്റർപ്രണർക്ക് അറിയാൻ സാധിക്കുക എന്ന്. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു നീഡ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ. അതിന് ഈ കണ്ണും ചെവിയൊക്കെ ഇങ്ങനെ തുറന്നിരിക്കണം. കണ്ണും ചെവിയും തുറന്നിരുന്ന, പക്ഷെ അത് തുറന്നിരുന്നാൽ മാത്രം പോരാ. നമുക്ക് നമ്മളൊരു സാധനം തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വേൾഡ് ഉണ്ട്. ആ വേൾഡിലുള്ള പറ്റാവുന്ന എല്ലാ ഇൻഫർമേഷൻസും എല്ലാ കാര്യങ്ങളും റിസർച്ചും ചെയ്താണ് നമ്മൾ ഇറങ്ങാൻ പോണേ. പക്ഷെ അതിനപ്പുറം സത്യം പറഞ്ഞാൽ ഇത് വളരെ ബേസിക് അല്ലേ. അയാളുടെ ആ 100 രൂപ അയാൾക്ക് എന്ത് ചെയ്യണം, കടയിൽ കൊടുക്കണം. ആ ലിക്വിഡ് നമ്മുടെ ക്യാഷിൽ വെക്കണം. ഇതാണ് ബേസിക് സാധനം, ഇതാണ്. പക്ഷേ അയാൾക്ക് വേണ്ട ഒരു സോപ്പ് വാങ്ങാൻ വരുന്ന ആൾ, അയാൾക്ക് കറൻ്റ്ലി ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അതിൽ നിന്നും നമ്മുടെ ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ ഞാൻ പറയുന്നത് മാർക്കറ്റിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പഠിക്കാം. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് മൈക്ക് കിട്ടി, ഞാൻ വെള്ളം കുടിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് FMCG റിലേറ്റഡ് ആയിട്ടാണോ ചോദിക്കുന്നത്? അതെ അതെ.
സോ FMCG റിലേറ്റഡ് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി വലിയ സൂപ്പർ മാർക്കറ്റ്സിൽ പോകുമ്പോൾ അവരുടെ എത്ര പെർസെൻറ്റേജ് ആണ് ഷെൽഫ് സ്പേസ് ഒരു കാറ്റഗറി എടുക്കുന്നതെന്ന് നോക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫുഡാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ പ്രൈമറി സ്പേസ് എടുക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഫുഡിലെ ആൾക്കാരല്ല. അപ്പോൾ ഞങ്ങൾ ഫുഡിലില്ല. ഞങ്ങൾ ഓരോ കാറ്റഗറിയുടെ ഷെൽഫ് സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ടിപ്പിക്കലി ഒരു സൂപ്പർ മാർക്കറ്റിലെ ഷെൽഫ് സ്പേസ് ഇസ് ഈക്വൽ ടു ദിയർ സെയിൽസ്. ആ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഉദ്ദേശം അങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ നോക്കും. അതിൻ്റെ അകത്ത് എത്ര ബ്രാൻഡ്സ് കുറവുണ്ടെന്ന് ഞാൻ നോക്കും. രണ്ടാമത് ചിലപ്പം ബ്രാൻഡ് കുറവാവാൻ കാരണം ഡെറ്റോൾ ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. ഡെറ്റോളായിട്ട് എന്ത് ചെയ്താലും നിങ്ങൾക്ക് മാച്ച് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇരിക്കുന്ന കംഫർട്ട് ആയിരിക്കാം. കംഫർട്ടിൽ പലവരും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മാർക്കറ്റ് ഷെയർ എടുത്തു കഴിഞ്ഞാൽ കംഫർട്ട് എന്ന് ബ്രാൻഡ്. സോ യു ഹാവ് ടു ഫിഗർ ഔട്ട് ഏത് ബ്രാൻഡാണ് വേർ കൺസ്യൂമേഴ്സ് മൈറ്റ് ബി വില്ലിംഗ് ടു ഷിഫ്റ്റ് ആൻഡ് ദെയർ മൈറ്റ് ബി വെരി ഹൈ ട്രസ്റ്റ് കാറ്റഗറി പ്രോഡക്ട്സ് wherein you need to build a lot of trust for people to even try the product. That might not be the case for like edible products and akka trust ശരിക്കും ഒരു നല്ലൊരു ഫാക്ടറാണ്. whereas certain products might not need that. സോ ആ അതാണ് നമ്മുടെ ഇതെങ്കിൽ. ഇപ്പം നമ്മുടെ കുറേ ക്യാപെക്സ് ഉണ്ട്, അത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ പറയുന്നത് അങ്ങനെ നോക്കുക, നമ്പർ ഓഫ് ബ്രാൻഡ്സ് കുറവ് നോക്കുക, ഷെൽഫ് സ്പേസ് നോക്കിയാൽ നമുക്ക് കാറ്റഗറി ഒരു ഐഡിയ കിട്ടും. ഇതൊരു ഐഡിയ. ഇത് കഴിഞ്ഞ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുക, വൈ ഡു ദേ ബൈ വാട്ട് ബ്രാൻഡ് ആൻഡ് വൈ ഡു ദേ ബൈ ദാറ്റ് ബ്രാൻഡ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഗട്ട് ഫീൽ കിട്ടും. അല്ലാതെ നമുക്ക് ഇതിൽ കൂടുതൽ എന്നിട്ട് 10-20 ആൾക്കാരോട് സംസാരിക്കുക. ഞാൻ കാണുന്ന കുറേ സ്റ്റാർട്ടപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ റിസർച്ച് ചെയ്യും. ഒരു ലിമിറ്റ് കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് കാര്യമില്ല. എന്നാൽ ആവശ്യത്തിന് റിസർച്ചും ചെയ്യണം. സോ പ്രോബബ്ലി ഗെറ്റ് ദ റൈറ്റ് മിക്സ് ആൻഡ് ഫിഗർ ഔട്ട് വാട്ട് യു വാണ്ട് ടു ഡു. താങ്ക്സ്. ഒരു മിനിറ്റ്. ഇതിൽ നേരത്തെ ചോദിച്ച വിഷ്ണു പറഞ്ഞ മറുപടിയും ഇതിലും കൂടി ഉണ്ട് കേട്ടോ. നമ്മളൊരു സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിപ്പം ഇവിടെ എന്താ പറയുക, ഇത് തിയറി മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളതിൻ്റെ പ്രാക്ടിക്കൽ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പം മാർക്കറ്റിലേക്ക് ഇറങ്ങുക. വിഷ്ണു നേരത്തെ പറഞ്ഞു കേരള മാർക്കറ്റിൽ 2 മാസത്തോളം ഇങ്ങനെ എന്താ പറയുക അലഞ്ഞ് നടന്നു എന്നുള്ളത്. അതിന് അങ്ങനെ നടക്കുമ്പോൾ ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ FMCG മേഖലയിലൊക്കെ നിങ്ങൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പറ്റുമെങ്കിൽ ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലോ ഞങ്ങളിൽ അങ്ങനെ ഷോപ്പുകൾ നിങ്ങൾ കയറി അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു റൂട്ട് ലെവലിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അത്രയ്ക്കും എന്താ പറയുക വലിയൊരു ഫണ്ടൊന്നും ഉപയോഗിച്ചില്ല നിങ്ങൾ തുറക്കുന്നതെങ്കിലും തന്നെ റൂട്ട് ലെവലിൽ നിങ്ങൾ കയറി നോക്കി എന്താണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്. ഓക്കെ, ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് തന്നെ അവിടെ എന്താണ് കസ്റ്റമർക്ക് കൂടുതൽ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെ ചോദിച്ചിട്ട് കിട്ടാത്ത പുതിയ നീഡ്സ് എന്തെങ്കിലും ഉണ്ടോ ആൾക്കാർക്ക്. ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ന രീതിയിൽ അങ്ങനെ ചോദിച്ചു വരുന്ന പ്രൊഡക്റ്റിന് അതിനൊരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടോ. കറൻ്റ്ലി നമ്മളെ മാർക്കറ്റിൽ ഹൈലി ഇങ്ങനെ കോമ്പറ്റീറ്റീവ് കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് ഉപരി ഇതുപോലെ പുതിയ പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അവിടുന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഏത് ബുക്സിനെ കാണും എന്തിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് റൂട്ട് ലെവലിൽ നിങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇവരൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. തിയറിറ്റിക്കലായിട്ട് ഈ സ്റ്റീവ് ബ്ലാങ്ക് നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ സ്റ്റീവ് ബ്ലാങ്കിൻ്റെ ലീൻ ലോഞ്ച് ഡെവലപ്മെൻറ്റ് മെത്തേഡ് അതിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതായത് നിങ്ങളൊരു ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങുമ്പോൾ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ പ്രൊപ്പോസിഷൻ ഉണ്ടാവും. അപ്പോൾ ആ വാല്യൂ പ്രൊപ്പോസിഷൻ കസ്റ്റമറെ റിക്വയർമെൻറ്റ് ഡിമാൻഡായിട്ട് മാച്ച് ആവണം. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ ആൾക്കാരോട് സംസാരിക്കുക. രാഹുൽ ഭായ് പറഞ്ഞ പോലെ മാർക്കറ്റിൽ പോവുക, എന്നിട്ട് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ഐഡിയ ആൾക്കാരോട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. എത്ര മാർജിനിൽ വിൽക്കാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. സംസാരിച്ച് നിങ്ങൾ ഇറ്ററേറ്റ് ആയിട്ട് നിങ്ങളൊരു ഐഡിയയിലേക്ക് എത്തും. ചിലപ്പോൾ ഒരു ഐഡിയന്ന് നിങ്ങൾ 100 ആളോട് സംസാരിച്ചാൽ ചിലപ്പോൾ വേറെ ഐഡിയയിലേക്കാണ് എത്തുക. പക്ഷെ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ അതിന് വലിയ ലെക്ചേഴ്സൊക്കെ ഉണ്ട്. അത് ഈ സിലിക്കൺ വാലിയിൽ വലിയ മറ്റേ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ആ അപ്രോച്ചിൽ. ഞാൻ അതിൻ്റെ ഒരു കോഴ്സ് പഠിച്ചതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, എന്ത് പ്രൊഡക്റ്റാണ് കസ്റ്റമറിന് വേണ്ടതെന്ന്. നമുക്ക് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വേണ്ടതായിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടി വരിക. ഇപ്പം നമ്മൾക്ക് RGയുടെ നല്ലെണ്ണ ഉണ്ട്, കായമുണ്ട്, സർബത്തുണ്ട്, പായസം മിക്സ്. പല ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്താ ഈ സീസണൽ പ്രൊഡക്റ്റ്, സർബത്ത് സീസണൽ പ്രൊഡക്റ്റാണ്, പായസം മിക്സ് സീസണൽ പ്രൊഡക്റ്റാണ്. പക്ഷേ ഞാൻ സീസണൽ പ്രൊഡക്റ്റ് അല്ലാതെ ഡെയിലി യൂസിൽ വേണ്ട ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. പാലക്കാട് മട്ട റൈസ് എക്സ്പോർട്ട് മാർക്കറ്റിൽ. ഇപ്പം ഞാൻ നോക്കുമ്പം മട്ട റൈസിന് ഭയങ്കര സെയിൽ. ഏത് വീട്ടിലും പണക്കാരൻ്റെ ആണെങ്കിലും പാവപ്പെട്ടവൻ്റെ വീട്ടിലും ആരെ വീട്ടിലും അരി വാങ്ങണം വേണ്ടേ. ഇറക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ വാങ്ങിയതിനേക്കാളും വില താഴ്ത്തി വിറ്റാലും അവിടെ എനിക്ക് സെയിൽ വരില്ല. സോ നമ്മൾ പുറമേന്ന് കാണുമ്പം ഭയങ്കര സെയിലായിരിക്കും. പക്ഷെ റിയാലിറ്റിയിലേക്ക് പോകുമ്പം ഞാൻ ദുബായിൽ ഏകദേശം 120 സൂപ്പർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു.
ഞാൻ ഇവിടെ പർച്ചേസ് ചെയ്ത റൈസിന്റെ കോസ്റ്റിനേക്കാളും 20 രൂപ കുറച്ചിട്ട് വിൽക്കാൻ നോക്കിയിട്ടും വിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഇനി ഞാൻ വിചാരിക്കുന്നത് ദുബായിൽ നിന്ന് അരി വാങ്ങി ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുക. അത്രയും ചീപ്പായിട്ടാണ് അവിടെ വിൽക്കുന്നത്. സോ നമ്മൾ കാണുന്നതല്ല റിയാലിറ്റി. ഒരു ഭയങ്കര ഫാസ്റ്റ് മൂവിങ്, ഇപ്പൊ രാഹുൽ പറഞ്ഞ ഭയങ്കര റാക്കിൽ ഭയങ്കര ഡിസ്പ്ലേ എടുത്ത്, ഇപ്പം ദുബായിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. പക്ഷെ സെയില്ല. ഞാൻ 25 ദിറംസിന് കൊടുക്കുമ്പോൾ 18 ദിറംസിന് കൊടുക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എൻ്റെ RSP 30 ദിറംസാണ്. കയ്യിൽ നിന്ന് ലോസ് ആയിട്ടാണ് 25 ദിറംസിന് കൊടുക്കുന്നത്. പക്ഷെ 16ഉം 15ഉം ദിറംസിന് RSP കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കാണുന്ന പ്രൊഡക്റ്റ് എല്ലാം ശരിക്കും എന്താ പറയുക, ഭയങ്കര പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടതെന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോ സമയത്ത് നമ്മൾ ഇറക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പം പായസം മിക്സ് നമ്മൾ ഈ സീസണിൽ ഇറക്കി. എൻ്റെ ഒരൊറ്റ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഞാൻ സാധനം കൊടുത്തിട്ടില്ല. പക്ഷെ ലക്ഷക്കണക്കിന് പീസ് ഞാൻ ഈ വർഷം വിറ്റു, ഈ സീസണിൽ, കഴിഞ്ഞ 3 മാസത്തിൽ. അത് ഓരോ സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്യുക, നമ്മൾ ആ സ്ട്രാറ്റജിയിൽ ഇരിക്കുന്നത്. ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്, കെൻ യു നെയിം ദാറ്റ് സ്ട്രാറ്റജി? ഐ മീൻ ഇതിപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തെന്നല്ലേ സാർ പറഞ്ഞത്? അപ്പോൾ ഇത്ര പീസ് വിറ്റു എന്നും പറഞ്ഞു. സോ അതിൽ ഫുള്ളൊന്നും പറയണ്ട, കാരണം അത് നിങ്ങളുടെ ബിസിനസ് ട്രം കാർഡാണ്. ബട്ട് അല്ല, ഞാൻ ഈ പായസം മിക്സ് ലോഞ്ച് ചെയ്യാൻ ലേറ്റായി. കാരണം ഇതൊരു ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ശരിക്കും മാർക്കറ്റിൽ എത്തേണ്ടതാണ്. പക്ഷെ ലേറ്റായി. പക്ഷേ എനിക്ക് ഇറക്കിയാൽ മതിയാവും. കാരണം ഓൾറെഡി കോമ്പറ്റീറ്റേഴ്സ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. പല ആൾക്കാരും പറയും ആർജിക്ക് ഒരു ബ്രാൻഡ് ഇല്ലേ, ഇനി എന്ത് വേണമെങ്കിൽ ഇറക്കിയാൽ വിൽക്കാം. ഒന്നുമില്ല. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എങ്ങനെ പുതിയ പ്രൊഡക്റ്റായി വരുന്നു അതേ ബുദ്ധിമുട്ടാണ് എനിക്ക് പായസം മിക്സ് ആയിട്ട് വരുമ്പോഴും കായമായിട്ട് വരുമ്പോൾ സർബത്തായിട്ട് വരുമ്പോൾ വരുന്നത്. പക്ഷേ എനിക്ക് ഈ തവണ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഓൾ കേരള കൺസ്യൂമർ ഫെഡിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തു. നമ്മളൊരു സമ്മാന പദ്ധതി കൊണ്ടുവന്നു. ഓൾ കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ള 160ഓളം കൺസ്യൂമർ ഫെഡിൽ നിന്ന് സാധനം വാങ്ങിയ 300 രൂപക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് RG ഉണ്ടായാൽ ഒരു കൂപ്പൺ കൊടുക്കും. നമ്മൾ 14 TV, 14 ഫ്രിഡ്ജ്, 14 വാഷിംഗ് മെഷീൻ, 500 ഗിഫ്റ്റ് കൂപ്പൺസ് അല്ല, സമ്മാനങ്ങൾ ലൈക്ക് ക്രോക്കറി അങ്ങനത്തെ ഐറ്റംസ്. പക്ഷെ അവരുടെ ടേംസ് എന്താണെന്ന് വെച്ചാൽ അവരുടെ 90% പർച്ചേസ് നമ്മളതായിരിക്കണം. ഓൾ കേരള കൺസ്യൂമർ ഫെഡിന് 90% കുറച്ചല്ല കേട്ടോ, ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. 90% പർച്ചേസ് നമ്മളതായിരിക്കണം എന്ന്. ഇതൊന്നും സീക്രട്ട് അല്ല, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വർഷം ഞാൻ എൻ്റെ പ്ലാനിൽ 60,000 പീസ് പായസം മിക്സ് വിൽക്കണം എന്നുള്ളൊരു മാസം. ഞാൻ മാസം 4.5 ലക്ഷം പീസ് ഈ വർഷം വിറ്റു. 4.5 ലക്ഷം പീസ് പായസം മിക്സ് ഈ സീസണിൽ വിറ്റു. അപ്പൊ നമ്മൾ ഉണ്ടാക്കണം സ്ട്രാറ്റജീസ്. അല്ലാതെ വേറൊരാളൊരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ കടക്കാരോ കൊണ്ടുവന്ന് ഒന്നും നമ്മൾ വളർത്തി തരില്ല. അവിടെ എങ്ങനെ പ്ലേസ് ചെയ്യാം? ഇവർ സൂപ്പർ മാർക്കറ്റ് ഓണേഴ്സ് നമുക്കൊരു സ്പേസ് തന്നിട്ടുണ്ട്. ആ സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. അത് സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യുക. അത് ആരും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഹായ്, നമസ്കാരം. ഒരു ചോദ്യമല്ല, ഒരു ഡൗട്ട്. നിങ്ങളോടൊക്കെ ചോദ്യം ചോദിക്കാൻ ആയിട്ടില്ല. ഐ ആം നത്തിങ്. പക്ഷേ ഒരു ചോദ്യം ചോദിക്കുക. ഹായ്, നമ്മളിങ്ങനെ വിചാരിക്കുന്നു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന്. എൻ്റെ ഏജ് 20 ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാനതിങ്ങനെ പ്ലാൻ ചെയ്യുക. ഇങ്ങനെ ആവണം എന്നൊക്കെ ഭയങ്കര. ഒരു എക്സാമ്പിൾ, ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് ഇപ്പം ഡാമാർട്ടിൽ പോയിട്ട് അവിടുത്തെ സ്ട്രക്ചറും കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ അതുകൊണ്ട് തന്നെ അത് ഞാനിങ്ങനെ പഠിച്ച് ഇങ്ങനെ വന്നിട്ട് ഞാൻ വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ അവിടെ വളരെ പുച്ഛമാണ്. ഈ പ്രായത്തിൽ ബിസിനസ് ചെയ്യാൻ ആയിക്കില്ലാന്ന്. സോ എനിക്കൊന്ന് പലരും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാകും. നമ്മളെ ചെറുപ്പത്തിൽ ചെറുപ്രായത്തിൽ തന്നെ ബിസിനസ് എന്നുള്ളത് എങ്ങനെ എനിക്കറിയില്ല. ഹൗ ഐ ക്യാൻ എക്സ്പ്രസ് മൈ ഐഡിയോളജി വീട്ടുകാരുടെ മുന്നിൽ എങ്ങനെയെന്നൊന്നും അല്ലെ അവരെങ്ങനെ കൺവിൻസ് ചെയ്യാന്നറിയില്ല. അങ്ങനെ എന്തെങ്കിലും അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരുന്നെന്ന് വിനീതമായിട്ട്. മനസ്സിലായി. നിഹാല, ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുള്ളൂ. ഇവിടെ ഏറ്റവും വലിയ സെലിബ്രിറ്റി നീയാ. ഞങ്ങളുടെ എല്ലാവരും നല്ല ഫോട്ടോസും വീഡിയോസും ഈ സ്വാക്കിന്റെ എല്ലാ വീഡിയോസും എടുക്കുന്ന ആളാണ് നിഹാല്. സോ ഞാൻ ചോദിച്ച നിഹാല പോരുന്നു എൻ്റെ കൂടെ എന്ന്. അപ്പം മുസ്തഫക്കനോടുള്ള അടുപ്പം കൊണ്ട് ഞാൻ റീസെന്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞ. ഞാൻ നമ്മളെ സ്വാക്കിന്റെ ഇതുണ്ടായിരുന്നല്ലോ, കാർ റാലി കഴിഞ്ഞ് ഞാനും എൻ്റെ മാനേജറും കൂടി ഞങ്ങൾ ചാമ്പ്യൻസ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ചാമ്പ്യൻസ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഒരു സ്റ്റാഫ് ഭയങ്കര പെർഫോമൻസ്. സാറേ വരൂ, ഇരിക്കും,
അപ്പം മീൻ പൊരിച്ചത് കാര്യങ്ങൾ മീൻ പൊരിച്ചെടുത്തവൻ തിരിച്ചു കൊടുത്തിട്ട് സാറിന് സ്പെഷ്യൽ കൊടുക്കും. അപ്പൊ ഭയങ്കര നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ചു, നമ്മൾ ഭയങ്കര ഇതാന്നുള്ളത്. സ്പെഷ്യൽ ചായ കൊടുക്കും. എനിക്കറിയില്ല ആരാന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആഗിലിനോട് ഞാൻ പേഴ്സ് എടുത്തില്ല, ആഗിൽ ഒരു 200 രൂപ പറഞ്ഞു. അപ്പൊ ഞാൻ 200 രൂപ വാങ്ങിയിട്ട് ഇയാളെ അടുത്ത് ഇരുത്തിയിട്ട് ഞാൻ കൊടുത്തിട്ട് പൂരം എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. പക്ഷെ നോക്കും ചാമ്പ്യൻസ് ഹോട്ടലിലെ ഓണർ കുഞ്ഞുമോൻക്ക് നോക്കുമ്പോ അവിടെ വെയിറ്റർമാരെ നിൽക്കുന്ന മുഴുവൻ അതിന്റെ ഓണർമാരാ, ചേട്ടനനിയന്മാരാണ്. അതുകൊണ്ടാണ് ആ സ്ഥാപനത്തിന് ഇങ്ങനെ പോകുന്നത്, കാരണം അത്രയും റഷാണ്. അതേമാതിരി നിന്റെ കാര്യം, നിനക്ക് ഓരോരുത്തർ ഇവിടെ വന്ന എത്ര ആൾക്കാർക്ക് ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ആ ഫയറാണ്. ഈ ഫയർ ഉണ്ടെങ്കിൽ അധിക കാലം ഒന്നും വേണ്ട മോനെ. ഫയർ ഉണ്ടെങ്കിൽ എവിടെയും എത്താം. കാരണം ഞാൻ ഇടക്കിടക്ക് ഈ IAM എന്ന് പറയുന്ന രാഹുലിനെ പറയുന്നത് അറിയോ? ഞാൻ പഠിക്കാത്ത ആളായിരുന്നു, ഞാൻ ബാക്ക് ബെഞ്ചറായിരുന്നു. ഈ പഠിക്കുന്നവരോട് പണ്ട് ഭയങ്കര ദേഷ്യമായിരുന്നു. പഠിക്കുന്നവരോട് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം ഇവന്മാര് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ടീച്ചേഴ്സിന് ഫേവറേറ്റ് ഇവരായിരിക്കും. അപ്പം ഒരിക്കലും പഠിക്കാതെ ഞാൻ 8ാം ക്ലാസ്സിൽ 2 തവണ തോറ്റ ആളാണ് ഞാൻ. അന്ന് എനിക്കത് വിഷമമായിരുന്നു. പക്ഷെ ഇന്ന് ആ തൊലിക്കട്ടി ഉണ്ടല്ലോ, ഈ തൊലിക്കട്ടി അന്ന് 8ാം ക്ലാസ്സിൽ 2 തവണ തോറ്റോണ്ട് മാത്രമുള്ളതാണ്. എനിക്ക് 3 തവണ അസംബ്ലിയിൽ വേസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദ സ്കൂൾ എന്ന് പറഞ്ഞ അടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയും എങ്ങനെയും കയറി നിന്ന് സംസാരിക്കാനുള്ള ചങ്കൂറ്റം വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ 20 വയസ്സിൽ നിനക്ക് ഇത്രയും ഫയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാർക്ക് മൈ വേർഡ്, 26ാമത്തെ വയസ്സിൽ നീ വിചാരിച്ച അച്ചീവ്മെന്റിലെത്തും. 26 ഇനി 6 വർഷമല്ലേ, 6 വർഷം കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം കേട്ടോ. എന്തായാലും ഞാൻ 17 വയസ്സായിരുന്നപ്പോഴും ഞാൻ BCom തേവര കോളേജിൽ ചേർന്നു. അപ്പം എക്സ്റ്റെൻഡഡ് ഫാമിലി ആണല്ലോ നമ്മുടെ നാട്ടിലെ ഇത്. അപ്പം നീ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇത് തന്നെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. കൊച്ചിയിൽ തന്നെ നിന്നിട്ട് എന്നിട്ട് കടയിൽ പോയി നിൽക്കും ഞാൻ, ഞങ്ങളുടെ ഒരു റീറ്റെയിൽ ഷോപ്പിൽ. എന്നിട്ട് 20ാം വയസ്സിൽ ഞാൻ IIM അഹമ്മദാബാദിൽ പോയി. അപ്പോൾ ഇവർ പറഞ്ഞു എന്തൊക്കെ ആവാൻ പോവാന്ന്. അപ്പോൾ 22ാം വയസ്സിൽ 1 കോടിയുടെ ജോലി എടുക്കാതെ, ഒരു വർഷം 1 കോടി രൂപ 22ാം വയസ്സിൽ എടുക്കാതെ 2007 ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ നാട്ടിൽ വന്നു. അപ്പം നാട്ടുകാർ പറഞ്ഞു വട്ടാന്ന്. അങ്ങനെ ഓരോ സ്റ്റേജിൽ ആൾക്കാർ പലതും പറയും. ഇപ്പം നിങ്ങൾക്ക് ഒരു ജോലി തന്നെ ചെയ്യണം നിർബന്ധമാണെങ്കിൽ ജോലി 8 മണിക്കൂർ ചെയ്തോ, ബാക്കി 6 മണിക്കൂർ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാമല്ലോ. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. പലയിടത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ പറയും 15 മണിക്കൂർ പണിയെടുക്കുന്ന മണ്ടത്തരാണെന്ന്. പക്ഷെ ഒരു ബിസിനസ്സും പാഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം വീട്ടുകാർക്ക് ഈ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് കാണിക്കുന്ന പോലെ ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്തോ, അതിനോട് ബിസിനസ്സും ചെയ്യാമല്ലോ സ്റ്റാർട്ടിങ്ങിൽ. അത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ബിസിനസ്സിൽ പോകാം. അപ്പോൾ ആദ്യം പലവരും ബുദ്ധിമുട്ട് പറയും, പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഭയങ്കര പാടാണ്, എനിക്കറിയാം. പക്ഷേ അടി ഉണ്ടാക്കാതെ പല രീതിയിലും കൺവിൻസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി നിങ്ങൾ ദേ ഓൾ വാണ്ട് യു ടു ഡു വെൽ. അല്ലാതെ അവർക്ക് നിങ്ങളോടൊരു സ്വന്തം വീട്ടുകാരില്ല, അവർക്കാർക്ക് നിങ്ങളോട് ദേഷ്യമൊന്നും അല്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടത് യുവർ ലൈഫ് ഷുഡ് ബി സെക്യൂർ. അത് കാണിക്കാൻ പറ്റിയാൽ അവർ സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ അതിന് പല പാത്ത് എടുക്കേണ്ടി വരും, എല്ലാം ഒരു മാനേജ് ചെയ്യേണ്ടതാണല്ലോ. താങ്ക് യു സോ മച്ച് മാം. ഒരൊറ്റ ചോദ്യം കൂടി ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് പ്ലീസ്. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ്. ഒരു സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ് രാഹുൽജി. റൈറ്റ്, ഇവിടെ ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഫേമസ് ആയിരിക്കുന്ന ഒരുപാട് ബ്രാൻഡ് ഇവിടെ ഉണ്ട്. ഞാൻ ബേസിക്കലി ഒരു ഹെൽത്ത് ടെക് സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഫൗണ്ടറാണ്. ഇപ്പം എൻ്റെ ഒരു ബിസിനസ്സും ഇത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും, പക്ഷേ നമ്മുടെ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഹെൽത്തിനെ സ്വാധീനിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കൺസ്യൂമർ ഐറ്റംസ് ആണ്. അത് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതും പുറത്തുള്ള ഉപയോഗിക്കുന്നതുമായിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പം അതിൻ്റെ ഒരു എക്സ്പോം കൂടിയാണല്ലോ ഇവിടെ നടക്കുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ, ഒരുപാട് കൺസ്യൂമറെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കൺസ്യൂമർ നീഡ്സ് പറഞ്ഞു, കൺസ്യൂമർ ബിഹേവിയർ പറഞ്ഞു, കൺസ്യൂമറിൻ്റെ എവിടെയാണ് കൺസ്യൂമറിൻ്റെ ആവശ്യം നോക്കിയിട്ടാണ് നമ്മൾ പല പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ പല കാര്യവും ഡെവലപ്പ് ചെയ്യുന്നത്. മൈ ക്വസ്റ്റ്യൻ, കൺസ്യൂമർ ഹെൽത്തിനെ കുറിച്ചിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾ എത്ര പേര് പ്രൊഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്? മൈ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഒരു കൺസ്യൂമർ ഹെൽത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തി നിലക്കാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഒരുപാട് നിയമങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ പോലും എത്ര ആൾക്കാർ പാലിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ അറിയാം. ഒരുപാട് വാർത്തകൾ, ഞാൻ പ്രത്യേക ബ്രാൻഡ് എടുത്ത് പറയുന്നില്ല, ഒരുപാട് ബ്രാൻഡുകൾ ഇന്ന് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് സംഭവം യൂസ് ചെയ്യുന്നതൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾ എത്ര ആൾക്കാർ അതിനെക്കുറിച്ച് ബോധേഡാണ്? നിങ്ങൾ എത്രത്തോളം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. താങ്ക് യു. നമ്മളെല്ലാം ചെയ്യുന്ന കച്ചവടം. ഓക്കെ, ഇപ്പം ഒരു 2 വർഷം മുന്നേ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, തവിടുള്ള അരി, 80% തവിടുള്ള അരി
50% തവിടുള്ള അരി. കേരളത്തിലൊരു പ്രമുഖ ബ്രാൻഡ് എൻ്റെ അടുത്ത സുഹൃത്ത് ഇറക്കി, വിഷ്ണു പുതുതായിട്ട് ഇറക്കിയതാണ് 80%. അപ്പം ഞങ്ങൾ വീട്ടിലെല്ലാവരും തീരുമാനം എടുത്തു, ഇനി 80% തവിടുള്ള അരി മാത്രമേ കഴിക്കുള്ളൂ. കാരണം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളത്. 2 ദിവസം കഴിച്ചു. ഇവിടെ എത്ര സൂപ്പർ മാർക്കറ്റിൽ തവിടുള്ള അരി വിൽക്കുന്നുണ്ട്? ആദ്യം വന്ന സമയത്ത് ഭയങ്കരമായിട്ട് വന്നത് ഇറ്റ്സ് എ നിഷ് മാർക്കറ്റ്. പക്ഷേ വെൻ ഇറ്റ്സ് കം ടു നമ്മളതൊരു കമേഴ്ഷ്യലൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് സെയിൽ വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ സെയിൽ ഉണ്ട്. ഇപ്പം നമ്മൾ എൻ്റെ ഒരു പ്രൊഡക്റ്റിൽ ഒന്നും അങ്ങനത്തെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള പ്രൊഡക്ട്സ് ഒന്നും ഞങ്ങൾ ഇതുവരെ ഇറക്കിയിട്ടില്ല. പക്ഷെ അതിലുള്ളത് ജിഞ്ചിലി ഓയിലാണ്. ജിഞ്ചിലി ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മൾട്ടി ആപ്ലിക്കൻറ്റ്. നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നല്ലെണ്ണം നല്ലൊരു മോയ്സ്ചറൈസറാണ്. അത് നല്ല ആൻറ്റി ഏജിങ് ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയുർവേദമാണ്. ആയുർവേദങ്ങളുടെ ബേസ് നല്ലെണ്ണയാണ്. കേരളത്തിലുള്ള 90% ആയുർവേദങ്ങളുടെ മാനുഫാക്ചറിങ്ങിന് നല്ലെണ്ണ RGയാണ് സപ്ലൈ ചെയ്യുന്നത്. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ഒന്നും ഇറക്കിയില്ല. പക്ഷേ എനിക്ക് അറിയുന്ന ഒരു ഇൻസിഡൻ്റാണ് ഞാൻ പറയുന്നത്. തവിടുള്ള അരി ഭയങ്കര ട്രെൻഡുള്ള സാധനമായിരുന്നു. പക്ഷെ കുറച്ച് കാലം ലോങ് ടേം ആയിട്ട് പോവില്ല അതൊന്നും. ഇപ്പം വെർജിൻ കോക്കനട്ട് ഓയിൽ കേരളത്തിൽ എനിക്ക് അറിയാവുന്ന ഒരു ചുരുങ്ങിയൊരു 40 പൂട്ടിയ വെർജിൻ കോക്കനട്ട് ഓയിൽ ഫാക്ടറികൾ എനിക്കറിയാം. ഒരു കാലത്ത് ട്രെൻഡിങ്, അടുത്തത് വെളിച്ചെണ്ണ പോവും, വെർജിൻ കോക്കനട്ട് ഓയിലോ എന്ന് പറഞ്ഞു, എക്സ്പോർട്ട് ഭയങ്കര എന്ന് പറഞ്ഞു. പക്ഷേ അതിനൊന്നും സെയിലില്ല. റവന്യൂ ഇല്ലാതെ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഈ പാനൽ ചർച്ച കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് ധനം ബിസിനസ് മീഡിയയുടെ പ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഒരു വിശ്വാസം. അത്രയേറെ പാഠങ്ങൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ പാഠപുസ്തകങ്ങളിൽ വായിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ തിയറിയിൽ വായിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതേപോലെയുള്ള പ്രാക്ടീസിങ് ഉള്ള ആൾക്കാരുടെ വാക്കുകൾ കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് ധനം 5 വർഷമായിട്ട് ധനം റീറ്റെയിൽ സമ്മിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ. കഴിഞ്ഞ വർഷം നടന്നത് 5ാമത്തെ സമ്മിറ്റാണ്. ഇനി അടുത്ത വർഷവും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം റീറ്റെയിൽ സമ്മിറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ളവർ അത് ഏത് വേദിയിൽ നടന്നാലും, അത് ധനമായിക്കോട്ടെ, സ്വാക്കായിക്കോട്ടെ, ഏത് വേദിയിലായിക്കോട്ടെ, നിങ്ങൾ പറ്റുന്നത് അത്രയും അറ്റൻഡ് ചെയ്യുക. ഇവരുടെ വാക്കുകളൊക്കെ കേൾക്കുക, അവരോട് നെറ്റ്വർക്ക് ചെയ്യുക. ഒരു വാക്കിനുള്ള വിലയായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുക. അപ്പോൾ ഇവരിൽ നിന്ന് കിട്ടിയ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉപകാരപ്പെടും എന്നൊരു പ്രതീക്ഷയിൽ ധനം ബിസിനസ് മീഡിയയുടെ ഈ പാനൽ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. താങ്ക് യു സോ മച്ച് മാം. ധനം ബിസിനസ് മീഡിയ നമുക്കെല്ലാവർക്കുമായിട്ട് ഒരുക്കിയ സ്വാക്കിൻ്റെ 2nd എഡിഷൻ സൗത്ത് ഇന്ത്യസ് ബിഗസ്റ്റ് എക്സ്പോ 2024 പാനൽ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്ത എല്ലാ അതിഥികൾക്കുമായിട്ടുള്ള ആദരവ് നമ്മൾ സമർപ്പിക്കുകയാണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ മുസ്തഫ വി ഡേമാർട്ട്. അദ്ദേഹത്തിനുള്ള ഉപഹാരം നൽകുന്നതിനായി മിസ്റ്റർ നിയാസ്, സ്വാക്കിന്റെ സ്വന്തം യൂത്ത് വിംഗ് സെക്രട്ടറി. ചുറുചുറുക്കോട് കൂടി തന്നെ യുവ മനസ്സുകൾ ഒരുപാട് പേര് സ്വാക്കിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അതിലെല്ലാം അംഗങ്ങളാണ്. യുവതലമുറയിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് യൂത്ത് വിങ്ങിന്റെ എല്ലാ മെമ്പേഴ്സും ആക്റ്റീവായി അതിൽ പങ്കുകൊള്ളുന്നത്. സ്വാഗതം ചെയ്യുന്നു ശ്രീ നിയാസ്, സ്വാക്കിന്റെ യൂത്ത് വിംഗ് സെക്രട്ടറി. ശ്രീ മുസ്തഫ വി ഡേമാർട്ടിന്റെ ഉടമയ്ക്കുള്ള ഉപഹാര സമർപ്പണം ഈ വേദിയിൽ വെച്ച് നൽകുകയാണ്. താങ്ക് യു സോ മച്ച്. വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമുക്ക് ഇവിടെ കാണാനും കേൾക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയത്. പാനലിലുള്ള എല്ലാവരും, ബഹുമാനിയായി ഞങ്ങളുടെ മോഡറേറ്റർ ഉൾപ്പെടെ എല്ലാവരും ചേർന്നൊരു ഫോട്ടോ സെഷനാണ്. എല്ലാവർക്കുമുള്ള ഉപഹാരം ഞങ്ങൾ ഇവിടെ കരുതിയിട്ടുണ്ട്. ദയവായിട്ട് എല്ലാവരും അത് ഏറ്റുവാങ്ങണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മിസ്റ്റർ ഷമീം അൻസാരി, മാനേജിംഗ് ഡയറക്ടർ ഓഫ് കിവി ഐസ്ക്രീംസ്. അദ്ദേഹത്തിന്റെ തിരക്കുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. തൽക്കാലം അദ്ദേഹം ഇപ്പോൾ വേദിയിലില്ല. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. തുടർന്ന് ഈ വേദിയിൽ ഡയറക്ടർ പാരിസൺസ് ഗ്രൂപ്പ് മിസ്റ്റർ ഷഹബാസ് അലി റാസ, അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കുന്നതിനായി മിസ്റ്റർ സലീം കാരശ്ശേരി, ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ സലീം കാരശ്ശേരി ദയവായി വേദിയുടെ ഭാഗമാകാനായിട്ട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ശ്രീ സലാം കാരശ്ശേരി, സ്വാക്കിന്റെ സ്വന്തം ടീം മെമ്പർ ആയിട്ടുള്ള ഏറ്റവും ബഹുമാനായിട്ടുള്ള മിസ്റ്റർ സലാം കാരശ്ശേരി, നല്ലൊരു കൈഡികളുമായി ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണം ചെയ്യുകയാണ്. പ്രത്യേകിച്ചും സ്വാക്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മിസ്റ്റർ സലാം കാരശ്ശേരി. അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. RG ഗ്രൂപ്പിന്റെ പ്രിയങ്കരനായ മിസ്റ്റർ വിഷ്ണു RG,
അദ്ദേഹത്തിനുള്ള ആദരവ് നൽകുന്നതിന് വേണ്ടി മാത്തൂസ് കുഞ്ഞാലൻ വേദിയിലേക്ക് ഹൃദയപുരസ്സരം ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. സ്വാക്കിന് വേണ്ടിയുള്ള ഉപഹാര സമർപ്പണം നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീ വിഷ്ണു RG ഒരുപാട് എക്സ്പീരിയൻസസ് അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്യുകയുണ്ടായി. വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ കിട്ടി. ഐ എം ഷുവർ ദാറ്റ് എല്ലാവരുടെയും ബിസിനസ് ലൈഫിൽ അത് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കും, അവരുടെ ഓരോ വാക്കുകളും വാചകങ്ങളും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് മിസ്റ്റർ വിഷ്ണു ഫ്രം ദ ഹൗസ് ഓഫ് RG ഗ്രൂപ്പ്. മിസ്റ്റർ രാഹുൽ മാമൻ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഹീൽ, അദ്ദേഹത്തിനുള്ള സ്നേഹ ഉപഹാരം സമർപ്പിക്കുന്നതിനായി ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ സജിത്ത്, ഞങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി, സ്വാക്കിന്റെ സ്വന്തം ജോയിന്റ് സെക്രട്ടറി, ബഹുമാനായിട്ടുള്ള സജിത് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള ഉപഹാര സമർപ്പണം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാം തന്നെ പ്രാക്ടിക്കൽ വേർഷനും അതിൻ്റെ തിയറി വേർഷനും ഒക്കെ കൃത്യമായിട്ട് പറയുകയുണ്ടായി, അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയുണ്ടായി, അതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി പഠിച്ച് പറയാൻ, ഒതൻറ്റിക് ആയിട്ടുള്ള മറുപടികൾ പറയാൻ എന്തുകൊണ്ടും അനുയോജ്യനായ ഒരു പാനൽ മെമ്പർ കൂടിയായിരുന്നു അദ്ദേഹം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാല്യുബിൾ ടൈം. സോ കമ്മിങ് അപ്പ് ഏറ്റവും പ്രിയങ്കരിയായ ഞങ്ങളുടെ മോഡറേറ്റർ വളരെ ഭംഗിയായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഈ പാനൽ ഡിസ്കഷനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ധനം മാഗസീൻ്റെ അസോസിയേറ്റ് എഡിറ്റർ ജീന മാമിനുള്ള ഉപഹാരം സമർപ്പിക്കുകയാണ്. മിസ്റ്റർ ഷിനോജ് ടി, യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ്, കാലിക്കറ്റിന്റെ ഏറ്റവും ശക്തനായ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റിനെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. വിശേഷിച്ചും സ്വാക്കിന്റെ യൂത്ത് വിങ്ങിന്റെ പ്രതിനിധികൾ ഇതിന്റെ കോർഡിനേഷൻ കാര്യങ്ങൾ എടുത്തിരിക്കുന്ന ഓരോ വർക്കും അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് എവരിബഡി. എല്ലാവരും യൂത്ത് വിങ്ങിന്റെ എല്ലാ ടീം മെമ്പേഴ്സും വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, അണിയറയിലെ കാര്യങ്ങളെല്ലാം അവർ ഒരുക്കി തരുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ള കൺഗ്രാറ്റുലേഷൻസ് നേരുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഔപചാരികമായി തന്നെ 1-ാം ദിവസത്തെ സ്വാക്ക് ഒരുക്കിയ എക്സ്പോയും അതോടനുബന്ധിച്ചുള്ള ഒഫീഷ്യൽ മീറ്റും പാനൽ ഡിസ്കഷനും എല്ലാം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചതിന് പ്രത്യേകമായി നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്.